ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അതിന് മുൻകൈ എടുത്ത ഈ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ മാതാ കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും പ്രത്യേകിച്ച് HOD-യെയും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് നല്ല ഒരു പ്രോഗ്രാമായിട്ട് ഇത് പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you for your valuable thoughts. Next, I would like to take this opportunity to invite the one who gives direction to every students and teachers in the college. She makes the task of running our college so smoothly, and she silently and effortlessly manages this toughest task. Please help me in welcoming our beloved principal, Dr. T. Dhanalakshmi ma'am, for the presidential address. Ma'am, please. Good morning, all. Am I audible? Yes, ma'am. Yes, ma'am. Yes, ma'am. Clear. Yes, miss. Respected Chairman, Reshma Krishnan Madam, Manu Sir, Divaharan Sir, Anil Sir, Chief Guest Ramesh Sir, HOS Krishnadita Miss, Gracious Sir, Sachin Sir, Jisham Sir, Yamini, General Secretary, General Superintendent Anil Sir. Once again, I wish you all a very good morning. നമ്മൾ ഇന്നത്തെ ഡേ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് അവർ ചീഫ് ഗസ്റ്റ് രമേശ് സർ. എന്തുകൊണ്ടും പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ചപ്പോ അപ്പൊ തന്നെ ഓക്കെ മിസ് ഞാൻ വരാം, ഓക്കെ മാഡം ഞാൻ വരാം പറഞ്ഞ്. പിന്നെയാണ് സാർ പറഞ്ഞ് എനിക്ക് 2 പ്രോഗ്രാം കൂടി ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനത്തെ ഉള്ള സാഹചര്യത്തില് സാർ വിതൗട്ട് എനി ഹെസിറ്റേഷൻ നമ്മൾക്ക് ഓക്കെ പറഞ്ഞതിന് സാറിന് ഒരുപാട് ഞാൻ താങ്ക്സ് പറയാണ്. അടുത്ത് ഐ വുഡ് ലൈക്ക് ടു താങ്ക് അവർ ഫിനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ സർ. എന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മളുടെ റെസ്റ്റോറേഷൻ, നമ്മളുടെ ഇന്നത്തെ എൻവിറോൺമെന്റ് ഡേന്റെ വേൾഡ് എൻവിറോൺമെന്റ് ഡേ 2021 തീം എന്ന് പറഞ്ഞെങ്കിൽ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആണ്. ഇതെല്ലാവരും അറിഞ്ഞവരാണ്. അതിന്റെ ബേസിൽ നമ്മളുടെ ബാലഗോപാൽ സർ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റില് നമ്മൾക്ക് ദറ്റ് ഈസ് എൻവിറോൺമെന്റ് റെസ്റ്റോർ ചെയ്യാൻ, കേരളത്തിന്റെ എൻവിറോൺമെന്റ് റെസ്റ്റോർ ചെയ്യാൻ 500 crores അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സന്തോഷമാണ്. ഇങ്ങനത്തെ ഉള്ളത് നമ്മൾ നോക്കുന്നപ്പം ദറ്റ് ഈസ് റെസ്റ്റോറേഷൻ നമ്മളുടെ കോളേജിലിരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞതുപോലെ ദിവാകരൻ സാർ പറഞ്ഞതുപോലെ നമ്മളുടെ കോളേജില് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാർ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 10-20 കൊല്ലത്തിന് മുൻപ് തന്നെ കോളേജിലിരുന്ന് നമ്മളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റോർ ചെയ്യാണ്. പർട്ടിക്കുലർലി നമ്മൾ ഇപ്പോഴും കാണാൻ പറ്റും നമ്മളുടെ കോളേജില് ഒരു ബയോഗ്യാസ് പ്ലാന്റ്, വേസ്റ്റ് മാനേജ് ചെയ്യാണ് ബയോഗ്യാസ് പ്ലാന്റ്. അത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. സാർ ആ സമയം തന്നെ അതിനെ കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനത്തെ ഉള്ള വേസ്റ്റ് മാനേജ്മെന്റും പിന്നെ കുറെ ട്രീസും നമ്മളുടെ എൻവിറോൺമെന്റ് റെസ്റ്റോർ ചെയ്യാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ കോളേജിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് കൂടുതൽ അഫക്ട് ആകുന്ന സ്ഥലമാണ്. ബട്ട് അതിലെ ഒവ്വൊരു പ്രാവശ്യവും നമ്മളുടെ ക്ലീനിങ് സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ സഹായിച്ച് ആ പ്ലേസസ് ഒക്കെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ റോൾ നമ്മൾ കാണാൻ പറ്റും. എങ്ങനെ നമ്മൾ റെസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ തൊട്ടേ പണ്ട് തൊട്ടേ നമ്മൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മളുടെ അത്ര പേരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടത്. ഐ റിക്വസ്റ്റ് യു ടു ഓൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ. എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളുടെ ക്യാമ്പസിലെ സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡന്റ് ആയിട്ട് പറയുന്നപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ പേപ്പേഴ്സ് പർട്ടിക്കുലർലി നമ്മളുടെ പ്ലാസ്റ്റിക് പുറത്തേക്ക് കളയരപ്പം ജസ്റ്റ് നമ്മളൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ തന്നെ അത് പ്രൊഡ്യൂസ് മാനുഫാക്ചർ ചെയ്തതാണ്. മാനുഫാക്ചർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ്. അവരുടെ മിനി പ്രോജക്റ്റ് ആയിട്ട് നമ്മളുടെ കോളേജിലെ വേസ്റ്റ് ബിന്നൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. സോ അത് സൂക്ഷിക്കുക. നമ്മളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവര് ആ വേസ്റ്റ് മെറ്റീരിയൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നമ്മൾക്ക് പ്ലേസ് ചെയ്യണം. അത് നമ്മളുടെ ഗ്രൗണ്ടിലെയോ ഇല്ല ക്ലാസ്സിലെയോ ഇടുന്നത്. ഇപ്പൊ നമ്മൾക്ക് കുട്ടികൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ബിന്നിലാണ് ഇടുന്നുണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടാ സ്റ്റുഡൻസ്. ടീച്ചേഴ്സിന്റെ സൈഡ് ഞാൻ പറയുന്നെങ്കിൽ ടീച്ചേഴ്സ് ഒவ்வொரு പ്രാവശ്യം നമ്മൾ ക്ലാസ്സിലേക്ക് പോറപ്പോ അഡ്രസ് ചെയ്യുക. പിന്നെ വീടുകളിലെ ഞാൻ എല്ലാ ടീച്ചേഴ്സിനെയും കാണുന്നുണ്ട് നമ്മളുടെ കോളേജിലിരുന്ന് ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ
പ്ലാന്റ് ഒക്കെ പിടിപ്പിക്കുന്നുണ്ട്. യെസ്, ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. ഇത് ഇന്നും കണ്ടിന്യൂ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്ത ദറ്റ് ഈസ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തത് ആദ്യം പറയുന്നത് 2018 ഫ്ലഡില് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഡംപ് ചെയ്ത് അതിനെ റിവേഴ്സ് ഒക്കെ സിൽട്ടിങ് ഒക്കെ ചെയ്യാണ്. സിൽട്ട് കൂടുതലായി വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്ത് ഭയങ്കര അഫക്റ്റ് ആയിട്ടുണ്ട്. വാട്ടർ ബോഡീസ് ആണ്. ഇപ്പൊ വാട്ടർ ബോഡീസ് എന്ന് പറയുന്നപ്പോ നമ്മൾ രമേശ് സാരെയാണ് ഓർക്കുന്നുണ്ട്. രമേശ് സാർ ഇതിലെ റിസർച്ച് ചെയ്തതാണ്. സോ ഇപ്പൊ ഫസ്റ്റ് നമ്മളുടെ കേരള ഗവൺമെന്റ് ഫസ്റ്റ് റിലീസ് ആയിട്ട് 50 crores ഇതിനെ വാട്ടർ ബോഡീസിനെ ക്ലീൻ ചെയ്യാനും വാട്ടർ ബോഡീസിനെ റെസ്റ്റോർ ചെയ്യാനാണ്. സോ സാറിന്റെ ഏരിയ നല്ലൊരു രീതിയിൽ മുന്നോട്ട് വരാണ് എന്റെ വിഷസ്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾക്ക് റെസ്റ്റോറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ ക്യാമ്പസിൽ തന്നെ അത് നമ്മൾ കുറെ എൻവിറോൺമെന്റ് റെസ്റ്റോർ ചെയ്യുക. യെസ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. Thank you, ma'am, for your valuable thoughts. I'm profusely overjoyed to take this opportunity to introduce our chief guest of the day. He's none other than Mr. Dr. Ramesh P.K. Nair, current technical advisor of German International Corporation Climate Smart City Program Cochin. And about him, he deserved many positions in various institutions as Senior Technical Advisor, CDD Bangalore, Program Manager of Center for Science and Environment, New Delhi, IGEP MSWM Consultant, WASH Expert and Environmental Consultant in German International Corporation, and he was a Program Officer of J. Bhagirathi Foundation, Jodhpur, Environmental Supervisor, INSITU, EnviroCare, Bhopal, Program Officer in Carnival Cruise Line, USA, Senior Environmentalist in INSITU, EnviroCare, Bhopal, Draft Relief Officer in UNICEF, India, Quality in Charge in PM Parenterals and Pharmaceutical Senior Research Fellow in IIFM, Research Assistant in Central Pollution Control Board Zone Office of Bhopal, and Project Fellow in Department of Limnology, Barkatullah University, Bhopal. So, sir, there is no need of any other extra introduction to welcome you because you're very familiar to our college and to our teachers and students. So, sir, I humbly request you to inaugurate our program. Sir, please. Okay, good morning to all. Such a happy Environment Day. I think I am audible, no? Yes, sir. Yes, sir. You are. Okay, thank you. So, first of all, thank you for calling me to this program, today's World Environment Day program. Thank you, Dr. Dhanlakshmi Madam, principal, Dean Divagaran sir, and all the faculty members, head of department, and dear students. If I missed any name, particularly who are all part of this program, I'm thanking them also without any particular name. Yeah, it was a great introduction about me, myself. I never heard this much of long list. I worked with various projects. Okay, മലയാളത്തിലായിരിക്കും നല്ലത് അല്ലേ? Okay, sir. Okay. Yeah, okay. Then thank you. We can directly go to this program. I hereby declaring I inaugurated this program for Mother College today, the World Environment Day 2021 officially. You people can also think about yourself that okay, I'm inaugurating this program by lamp, means putting light on a lamp in your mind. Okay, thank you. So directly we can come to the point, to the importance of World Environment Day today. 2021 we selected a theme of restoration, ecosystem restoration. Basically the theme called reimagine, recreate and restore. That is the theme, and from this day onwards for the next 10 years UN organization is celebrating a decade of ecosystem restoration. So what is ecosystem restoration?
what is the history behind this World Environment Day? That is already mentioned. I think Divakaran sir just given you a brief introduction about that one. I'm just going through that entire history in a small word. In 1972, the first UN General Assembly introduced this idea of celebrating an Environment Day in the first day of Stockholm Conference on Human Environment. So they decided to celebrate a particular day for environment because environment is getting a lot of issues, a lot of problems, and the world should think protecting our environment for our future. That was the idea behind this celebration, this concept of celebrating World Environment Day. And in 1974 only the first Environment Day celebrated, and the theme that time it was only one Earth. Means we should think about the Earth as a one, because there is no other alternative to our Earth. If something happens, if anything went wrong with our globe, our Earth, then there is no place to live. So we should think about only one Earth. This is the only one place we can sustain, or we can develop, or we can think about life. So there is no alternative. That was a theme in 1974 when they inaugurated, when they did the first Environment Day, first celebrated Environment Day. And in 1987 only, UN came up with an idea for rotating the host country. As Divakaran sir told, this year our neighbor country Pakistan is celebrating. They are the host for celebrating World Environment Day. And yesterday night, Pakistan Prime Minister officially inaugurated the Environment Day with the theme Eco Restoration. And the next 10 years, UN is concentrating on restoration, ecosystem restoration only. So when we go through this word, ecosystem and restoration, we should think more closely to the words, these two words, what is ecosystem and what is restoration. And definitely there would be a question from many of you people mind that then whether India got a chance to celebrate, to host this day. Yeah, definitely. India celebrated first in 2011, and last India celebrated 2018 with an idea of biodiversity. And this 2018 celebration means India, when hosted World Environment Day, our theme was mainly focused on plastic pollution. So we banned single-use plastic use in India on that day, World Environment Day 2018. That was the history behind World Environment Day, and now we are coming back to the main theme, ecosystem restoration. What do you mean by ecosystem restoration? Can anybody say what do you mean by it? What is the idea when you said here ecosystem restoration or restoration assets? What is restoration? Anybody can just give an idea what is restoration? Sir, I think ഞാൻ വിചാരിക്കുന്നത് ഇക്കോസിസ്റ്റത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതായിരിക്കാം ഞാൻ വിചാരിക്കുന്നത്. Okay, that is eco-balancing. What is restoration? Restoration എന്ന് പറയുമ്പോൾ പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പഴയ പോലെ ആക്കിയെടുക്കുക. അതാണ് റീസ്റ്റോറേഷൻ, അതായത് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുക. റീസ്റ്റോറേഷൻ നമുക്ക് നമ്മുടെ ഇക്കോസിസ്റ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ബോധം ഇപ്പോഴാണ് നമുക്ക് തോന്നിയത്. When I was a student in 90s, as a person who was just going through various environmental related issues, ആ സമയത്ത് നമുക്ക് ഒരുപാട് ഇതുപോലെ തന്നെ വാർണിംഗ് ഓരോ ഇയറിലും UN അതുപോലുള്ള ഓർഗനൈസേഷൻസും തന്നിരുന്നു. നമ്മളുടെ അടുത്തുനിന്ന് സോയിൽ ഇറോഷൻ വലിയൊരു പ്രശ്നമാണ്, ഡിഫോറസ്റ്റേഷൻ വലിയൊരു പ്രശ്നമാണ്, വാട്ടർ ക്വാളിറ്റി, ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി വലിയൊരു പ്രശ്നമാണ്,
നമ്മുടെ സീ, നമ്മുടെ ഓഷ്യൻസ് ഒക്കെ തന്നെ പൊള്യൂട്ടഡ് ആവുന്നു എന്നുള്ള വാർണിംഗ് ആ സമയത്ത് തൊട്ടേ തന്നിരുന്നു. പക്ഷെ നമ്മളൊന്നും അതിനെക്കുറിച്ച് അന്ന് അത്രയധികം കെയർ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? നൗ വി ആർ ഫേസിങ് ദ റിയറ്റാലിസേഷൻ ഫ്രം ദ നാച്ചർ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോ അല്ലെ. കഴിഞ്ഞ 2018 ഓൺവേർഡ് നമുക്ക് കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഇഫക്റ്റ് കിട്ടാൻ തുടങ്ങി. ഞാനൊന്നും എന്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും നെവർ ഹേർഡ് അബൌട്ട് സച്ച് എ ലാർജ് സ്കെയിൽ ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള. വി ആർ വെരി വെരി ഫ്രജൈൽ ഇക്കോസിസ്റ്റം. നമ്മൾക്ക് അത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ കൂടെ അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിപ്പോർട്ടിൽ കൂടെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഓരോ തവണയും പൊളിറ്റിക്കൽ ബില്ലിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് അതിനൊക്കെ തന്നെ ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് അലമാരിയിൽ വെച്ചേക്കാണ്. വി ആർ നോട്ട് ആക്ടിങ് അപ്പോൺ. നമ്മളുടെ സിസ്റ്റം, നമ്മളുടെ ഇക്കോസിസ്റ്റം, കേരളത്തിന്റെ ഇക്കോസിസ്റ്റം, സ്പെഷ്യലി വെസ്റ്റേൺ ഗഡ് ഏരിയ വേൾഡ് വൈഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആണ്. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ജീവിക്കുന്ന ഏരിയ ആൻഡ് സറൗണ്ടിങ്, how we are connected with our surrounding, that is ecosystem. That ecosystem is very much important because your life sustains on that system. നമ്മൾ ഇക്കോളജിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 4 സ്ഫിയേഴ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട്. 4 ഗോളങ്ങൾ. എന്തൊക്കെയാണത്? ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഈ ബയോസ്ഫിയർ. ഈ 4 സ്ഫിയറുകൾ ഒരേ രീതിയിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഓരോ സ്ഫിയറിനെ നമുക്കറിയാലോ. അറ്റ്മോസ്ഫിയർ, എയർ, ഓക്സിജൻ, നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട ഓക്സിജൻ, അതിനെ മൊത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയർ ആണ്. ദെൻ കംസ് ടു ലിത്തോസ്ഫിയർ, സോയിൽ. അവിടെയാണ് എല്ലാവിധ ലൈഫിന്റെ ബേസിക് ഗ്രോത്ത് നടക്കുന്നത്. ദെൻ കംസ് ടു ഹൈഡ്രോസ്ഫിയർ, വാട്ടർ. നമുക്കറിയാം ഡ്രിങ്കിങ് വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ റിസർച്ച് വർക്ക് വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് എനിക്ക് കുറെ അധികം അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എവറിബഡി നോസ് ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഡേ വി ആർ ഓൾ ഫേസിങ് ദ ഇഷ്യൂ ഓഫ് വാട്ടർ പൊല്യൂഷൻ, വാട്ടർ കണ്ടാമിനേഷൻ. അപ്പോ ഹൈഡ്രോസ്ഫിയർ. ദെൻ കംസ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്ന ജീവജാലം, അതിൽ പെടുന്ന ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ തന്നെ നമ്മളുടെ ജീവന്റെ നിലനിൽപ്പിന് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന് വർഷങ്ങളായി നമ്മൾ വാണിംഗ് കേട്ടിട്ട് പോലും നമ്മളൊന്നും തന്നെ അതിന് പ്രതികരിച്ചിരുന്നില്ല. നമ്മൾ കുറെ അധികം സെൽഫിഷ് ആയി പോവായിരുന്നു, വളരെയധികം സെൽഫിഷ് ആയിട്ട് പോവായിരുന്നു. നമ്മളുടെ മാത്രം കാര്യങ്ങളിൽ ഒതുങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കായിരുന്നു. നമ്മുടെ മാത്രം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രകൃതിയെ മാറ്റിമറിക്കാൻ നോക്കുമായിരുന്നു. സ്ലോലി പ്രകൃതിക്ക് സഹിക്കാൻ പറ്റുന്ന ലിമിറ്റ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഫ്രം ലാസ്റ്റ് 10 years പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങി. ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, സോയിൽ ഇറോഷൻ, ദെൻ കടലാക്രമണങ്ങൾ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഒന്നിനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച ഓക്സിജന്റെ പ്രശ്നം അല്ലെ, നമുക്ക് എല്ലാവരും അറിയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാനായിട്ടുള്ള ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ എന്താ വരുന്നത്? നമ്മളുടെ ബോഡി, നമ്മൾ ഓൾറെഡി പ്രകൃതിയോട് ചെയ്തിട്ടുള്ള ക്രൂരത നമ്മളുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ ലങ്സ് പ്രോപ്പറായിട്ട് ഈ ഓക്സിജൻ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറാൻ തുടങ്ങി. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അതെല്ലാം തന്നെ മറന്നു കളഞ്ഞു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ സമയത്ത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് സാധനങ്ങളും കടയിലേക്ക് പോകുന്ന വളരെ ഈസി ആയിട്ട് ഒരു കിറ്റിലല്ല, ഓരോ സാധനങ്ങളും ഓരോ കിറ്റിലാക്കിയിട്ട് വാങ്ങിച്ചൊരു കൂട്ടം കിറ്റായിട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസം അത് പറമ്പിൽ പോവും, പറമ്പെന്ന് അത് കുളത്തിലേക്കെത്തും, കുളത്തുനിന്ന് അത് പാടത്തേക്കെത്തും, പാടത്തുനിന്ന് അത് പുഴയിലേക്കെത്തും, പുഴയിൽ നിന്ന് അത് കടലിലെത്തും. കടലിലെത്തി ഇതേ സാധനം തന്നെ കഴിച്ചിട്ടുള്ള ഫിഷും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ പാടത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ തിരിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് എത്തും. നമ്മൾ പിന്നെ അത് കഴിക്കും. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നമ്മുടെ അനുപാതമായിട്ട് നമുക്ക് അത് തിരിച്ചു കിട്ടുന്നുണ്ട്. അത് പ്രകൃതി ലാർജ് സ്കെയിലിൽ ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്
വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് ഇത്തവണ നമ്മൾ മെയിൻ ആയിട്ട് റെസ്റ്റോറേഷൻ, ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നുള്ള കൺസെപ്റ്റ് തെരഞ്ഞെടുക്കാൻ കാരണം. ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് ടു ഡു ദീസ് റെസ്റ്റോറേഷൻ ആക്ടിവിറ്റീസ് ഫോർ ദ നെക്സ്റ്റ് 10 years. That's why UN selected this ecosystem restoration decade this year. It starts from today. So next 10 years, continuously we will think about ecosystem restoration. Then why we have to restore our system? Already we almost changed the entire system. Balance, ecosystem balance, eco balance. Our balance number every day few താറുമാറാക്കി. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ, പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ, എപ്പോഴും ബാലൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ആയി കിട്ടാനായിട്ട് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ അല്ലെ, എവിടെ താഴുന്നു അവിടെ അപ്പുറത്ത് വെച്ചു, അവിടെ പൊന്തിപ്പോയി അപ്പൊ അപ്പുറത്ത് വെച്ചു, അങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ഈ നശിപ്പിക്കുന്നതിനെ പോലെ അത്ര ഈസി ആയിരിക്കില്ല തിരിച്ച് ബാലൻസിലേക്ക്, ഇക്വൽ ബാലൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, റിസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. അതുകൊണ്ടാണ് 10 years, next 10 years this ecosystem restoration decade ആയിട്ട് UN select ചെയ്തിട്ടുള്ളത്. And we should bring a new generation of people who can think about our nature, our future and our earth. അപ്പോ ഈ 10 വർഷത്തെ കണ്ടിന്യൂസ് ആക്ടിവിറ്റീസിനെ നമുക്ക് പുതിയ ഒരു ബാച്ചിനെ, ഒരു പുതിയ ചിന്താഗതിയുള്ള ആൾക്കാരെന്നെ, സ്റ്റുഡൻറ് ഗ്രൂപ്പിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹൗ ടു സേഫ്ലി, സസ്റ്റൈനബിളി we can live in this world, this earth. That's the concept behind this ecosystem restoration. Coming into ecosystem restoration, you can clearly mentioned 8 main areas where you have to do this restoration. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് UN പറഞ്ഞിട്ടുള്ളത്. And the entire program is related to UN SDG goals, Sustainable Development Goals. You must have heard about this Sustainable Development Goals. Earlier it was Millennium Development Goals. We completed Millennium Development Goals from 2000 to 2015. India achieved around 70% of that Millennium Development Goal. Now we shifted to Sustainable Development Goals from 2015 to 2030. So if you start this 2021 eco-restoration decade from today, by 2030, when we achieve this Sustainable Development Goals by 2030, we can achieve almost all the 17 points they mentioned, the areas they mentioned in Sustainable Development Goals, we can easily achieve through this ecosystem restoration. അതിന്റെ 8 മെയിൻ ഏരിയാസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ മെയിൻ ഏരിയാസിൽ ഇടുന്നതാണ് നമ്മളുടെ ഫോറസ്റ്റ്, നമ്മുടെ ഓഷ്യൻസ്, നമ്മുടെ ഫ്രഷ് ബോഡീസ്, നമ്മുടെ സോയില്, ഫോറസ്റ്റുകള്, സസ്റ്റൈനബിൾ ലാൻഡ്, ദെൻ സിറ്റീസ് എല്ലാം, അതുപോലെ തന്നെ എനർജി, ക്ലൈമാറ്റ്, ഇതെല്ലാം തന്നെ ഇന്റർലിങ്ക്ഡ് ആണ്. ഒപ്പം തന്നെ നമ്മൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ചിന്തിക്കേണ്ട ഏരിയാസ് ആണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ ഇക്കോസിസ്റ്റം റിസോഴ്സിന്റെ മുകളിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇക്കോസിസ്റ്റം റിസോഴ്സ് ഇമ്പോർട്ടന്റ് ആവുന്നത്? എനിബഡി, എനി ഐഡിയ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, അതർവൈസ് യു പീപ്പിൾ വിൽ എൻഗേജ് വിത്ത് അതർ ആക്ടിവിറ്റീസ്. ഐ നോ വെരി വെൽ. അപ്പോ ഇടയ്ക്കെങ്കിലും ഒന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് ഒരു ആൻസർ പറയുമ്പോൾ തന്നെ ഉള്ളിൽ അതിന്റെ ആൻസർ കണ്ടെത്താനുള്ള ശ്രമം നടത്തും. I think almost 75 plus 83 plus people are watching this program. Means it's a good number. I'm thankful to arranging such a big program particularly on this Environment Day. People are attending and the people are ready to hear. That's a big achievement. Okay. Anybody can answer why we have to give importance to ecosystem restoration? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ, ജീവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഒരു പക്ഷേ തകരാറിലായേക്കും. യെസ്. നമ്മൾ കാരണം പറഞ്ഞല്ലോ, ഫസ്റ്റ് തീം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് പോലും വൺ വേൾഡ്, അതായത് ഈ വേൾഡ് നമുക്ക് ഒന്നേ ഉള്ളൂ. നമുക്കിനി ഇവിടുന്ന് ഇത് നശിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് താമസിക്കാൻ പറ്റും. അയൽക്കാരന്റെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്ന പോലെ അടുത്ത ഗ്ലോബിൽ പോയിട്ട്, അടുത്ത ഒരു മാർട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് താമസിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. നമുക്ക് ഒരേ ഒരു ഗ്ലോബുള്ളൂ. അതിനെ നമ്മൾ നശിപ്പിക്കുമ്പോൾ then there is no alternative.
നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ, നിങ്ങളുടെ ചുറ്റുമുള്ള ഇക്കോസിസ്റ്റത്തിന്റെ മുകളിൽ ഞാൻ ഈ പറഞ്ഞ ഇക്കോസിസ്റ്റങ്ങളിൽ ഫോറസ്റ്റ് ആയാലോ, വാട്ടർ ബോഡീസ് ആയാലോ, അല്ലെങ്കിൽ ഓഷൻ ആയാലോ, അല്ലെങ്കിൽ സിറ്റി ആസ് ആൻ ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്താൽ മതി. സിമ്പിൾ ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ക്യാമ്പസിൽ തന്നെ എത്രത്തോളം മരങ്ങൾ നശിക്കുന്നുണ്ട്, നാശമായി പോകുന്നുണ്ട്, വെള്ളം എവിടെയൊക്കെ വേസ്റ്റ് വാട്ടറിനായിട്ട് മിക്സ് ആവുന്നുണ്ട്, എവിടെയൊക്കെ കണ്ടാമിനേഷന്റെ പോയിന്റ്സ് ഉണ്ട്, എവിടെയൊക്കെ കണ്ടാമിനേഷൻ ചാൻസ് ഉണ്ട്, എങ്ങനെ നമുക്ക് ഈ കണ്ടാമിനേഷനെ അല്ലെങ്കിൽ പൊല്യൂഷനെ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ വീട്ടിലെവിടെ കണ്ടാമിനേഷൻ കുറയ്ക്കാൻ പറ്റും, വീട്ടിലെവിടെ പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, വീട്ടിലെവിടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പുറത്തേക്ക് പോകുന്നത് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ പ്ലാസ്റ്റിക് യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ യൂസ്ഡ് പ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്യാൻ സാധിക്കും നോക്കും. ഇതെല്ലാം തന്നെ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തര് സ്വയം മനസ്സിൽ ഒരു തവണ ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്. അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇക്കോസിസ്റ്റം രജിസ്ട്രേഷൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. അല്ലാതെ എൻവയോൺമെന്റ് ഡേയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന കുറെ ചെടികൾ കൊണ്ടുവന്നു, അത് ഏത് മരാന്ന് അറിയില്ല, എവിടെയോ കൊണ്ടുപോയി കുഴിച്ചിടൂ, പിറ്റേ ദിവസം വേറെ മരത്തിന്റെ തൈ കിട്ടിയ അതേ കുഴിയിൽ തന്നെ കൊണ്ടുപോയിട്ട് രണ്ടാമത് കുഴിച്ചിടാവുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കും. കാരണം വി ഡോണ്ട് നോ വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് വൈ വി ആർ ഡൂയിങ് ദാറ്റ് വി ഡോണ്ട് നോ. ആരോ പറയുന്നു, ഓരോ വർഷത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള വരുന്ന താടി വെക്കാത്ത ആൾക്കാരും താടി വെച്ച ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പറയും. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് കുറെ അധികം ക്രെഡൻഷ്യൽസ് ഉണ്ടായിരിക്കും, പഠിത്തത്തിന്റെ ഭാഗത്തിലോ അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്തിട്ടുള്ളതിന്റെ പകരം. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ തന്നെ ബൈ ചാൻസ് എന്റെ കയ്യിൽ വന്ന പ്രൊജക്ടുകളാണ്, കണ്ടിന്യൂസ് ആയിട്ട് പോയി. അല്ല ഞാൻ പോയിട്ട് ചെന്നിട്ട് മേടിച്ചെടുത്തിട്ടുള്ളതൊന്നല്ല, വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി, വർക്ക് ചെയ്തു, നന്നായി വർക്ക് ചെയ്തപ്പോൾ കണ്ടിന്യൂഷൻസ് കിട്ടി. അതല്ല നോക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തര് നമ്മൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലാകുമ്പോഴും പറയാറുണ്ട് റീയൂസ്, റീസൈക്കിൾ. ഈ രണ്ട് വേർഡ് മാത്രം മതി. റെഡ്യൂസ് എന്നുള്ള വാക്ക് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. ഈ 3 വാക്കിനെ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ മുകളിലും നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ദെൻ മോസ്റ്റ് ഓഫ് ദ ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം? ടാപ്പ് വെറുതെ തുറന്നിടത്ത് ഒഴിവാക്കാം. കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിന്റെ വെള്ളം എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്, ഷവർ ഓൺ ചെയ്തിട്ട് അടിയിൽ നിന്നിട്ട് ബ്രേക്ക് ഡാൻസോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പാട്ടോ പാടാതിരിക്കുക. അപ്പത്തെ കുറെ വെള്ളം, അങ്ങനെ ഓരോ പോയിന്റുകളുണ്ട്. ഓരോ പോയിന്റിലും എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് ലാസ്റ്റേ വരുന്നത്, യൂസ് ചെയ്തതിന് ശേഷം റീയൂസ് വരുന്നുള്ളൂ. ഈ റെഡ്യൂസ് എന്നുള്ള പോയിന്റ് ആദ്യം തന്നെ കൊണ്ടുവന്നാൽ പിന്നെ റീയൂസിന് നമുക്ക് അത്രയധികം എനർജിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യം വരില്ല. റെഡ്യൂസ് എന്തിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുത്താൽ മതി. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുഡ് നമുക്ക് ആവശ്യമുള്ള മാത്രം ഫുഡ് എടുക്കുക. എക്സ്ട്രാ ഫുഡിന്റെ ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഫുഡ് വേറെ ഏതോ ഒരാളുടെ വായിലേക്ക് അല്ലെങ്കിൽ വയറ്റിലേക്ക് പോകണ്ട അവരുടെ വിശപ്പടക്കാനായിട്ടുള്ള ഒരു ഫുഡ് ആണ് നിങ്ങൾ ഇവിടെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഫുഡ് വേസ്റ്റ് ആക്കാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഫുഡ് വേസ്റ്റ് ആയി, ഡോണ്ട് ത്രോ ഇറ്റ്. നമുക്ക് ചുറ്റും ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാം. വെറുതെ മണ്ണിലിട്ട് നാശാക്കരുത്. അത് കഴിക്കേണ്ട, അത് വേണ്ട ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അത് പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോഴാണ് അതിന്റെ പർപ്പസ് നടക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച എനർജി സേവ് ആവുന്നുള്ളൂ, ആ ഫുഡിന് നിങ്ങൾ കൊടുത്ത പൈസ ഉപയോഗം ആവുന്നുള്ളൂ. നിങ്ങളത് വേസ്റ്റ് ആക്കി കളഞ്ഞാൽ ആ വേസ്റ്റിനെ റീയൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പിന്നെയും എനർജി അവിടെ ഉപയോഗിക്കാണ്, പൈസ അവിടെ ഉപയോഗിക്കാണ്. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റിലും നമുക്ക് എവിടെ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളിലും. ഡ്രസ്സ്, ഞാനൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് 3 ജീൻസും 3 ഷർട്ടും ഇട്ടിട്ടായിരുന്നു വർഷങ്ങളോളം ഓടിച്ചിരുന്നത്. ഹോസ്റ്റൽ ലൈഫിൽ അത് അതിന്റെ ഭാഗമാണ്. അതായത് ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ട്, അല്ലാതെ എക്കോളജിക്കൽ ബാലൻസ് അല്ലായിരുന്നു, അത് സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിരുന്നു. കാരണം അത്രയും കഴുകൽ കുറച്ചാൽ മതി. അത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എവിടെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫാഷന്റെ പിന്നാലെ കുറച്ചൊക്കെ ഈ കോവിഡിന്റെ ഇഷ്യൂ വന്നതോടുകൂടി ഈ ഫാഷന്റെ അല്ലെങ്കിൽ
എക്സ്ട്രാ ചെലവിന്റെ മുകളിലേക്ക് പോകുന്നതൊക്കെ ആൾക്കാർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്രകൃതി തന്നെ കൊടുത്തിട്ടുള്ള ഒരു വല്ലാത്ത ഒരു 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 എന്താ പറയണ്ടേ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ കോവിഡ് കാലം. ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന എന്റെ ഫ്രണ്ട് പറയുന്നു, ഡൽഹിയിൽ ഇരുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്ത് നിന്ന് നക്ഷത്രം കാണാൻ തുടങ്ങി. അവൻ ജനിച്ചതിന് ശേഷം കാണാത്തതാണ് നക്ഷത്രങ്ങൾ ഡൽഹിയിലെ ആകാശത്ത്. യു പിയിലെ ചില സിറ്റികളിൽ ഇരുന്നിട്ട് ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഹിമാലയം കാണാൻ തുടങ്ങി. കൊൽക്കത്തയിൽ ഇരുന്നിട്ട് എന്റെ ഫ്രണ്ട് പറയുന്നു, ഞാനിപ്പോ രാത്രി 10 മണി കഴിഞ്ഞ് എന്റെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് മലർന്നു കിടക്കും. കാരണം അവൻ ജീവിതത്തിൽ നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ല. വി ആർ ലക്കി ബിക്കോസ് നമ്മൾ അത്രയധികം പൊള്യൂട്ടഡ് ഏരിയയിലെല്ലാം നമ്മൾ താമസിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം ഡൽഹിയിലത്തെ പ്രശ്നങ്ങൾ എന്താണ്. 1 മണിക്കൂർ മറ്റേ ബൈക്കിന്റെ മുകളിൽ പോകുന്ന ആളാണെങ്കിൽ അവൻ വൈറ്റ് ഷർട്ട് അവിടെ ഡൽഹിയിൽ ആരും യൂസ് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാറില്ല. കാരണം അതൊരു ഒരു 1-2 മാസം കൊണ്ട് ആ വൈറ്റ് ഷർട്ട് നിങ്ങളുടെ വൈറ്റ് ഷർട്ടിന്റെ കളർ മാറിപ്പോകും. അത്രയും പൊള്യൂട്ടഡ് ഏരിയ ആണ്. അത്രയും പൊല്യൂഷൻ അവിടെ ഉണ്ട്. വിന്റർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഒരു 7 o'clock ഈവനിങ്ങിൽ 7 o'clock ആകുമ്പോഴേക്കും ആകെ മൂടിക്കെട്ടി നമ്മൾ ഒരു KSRTC ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പോക്കോളിന്റെ അടുത്ത് ചെന്നിരിക്കുന്ന അതേ അവസ്ഥയാണ്. നമ്മൾ ചോദിക്കുന്ന മറ്റേ കാറ്റിന്റെ അല്ലെങ്കിൽ എയറിന്റെ സ്മെൽ അങ്ങനെയായിരിക്കും. അത്രയും പുക നിറഞ്ഞിട്ടുണ്ട്. അത്രയും വണ്ടികളുണ്ട് അവിടെ. അപ്പൊ ആ ഫാഷനിൽ നിന്ന് നമുക്ക് തിരിച്ച് പിന്നാക്കം പോകണ്ടേ. അതായത് അയൽവാസിനെ എന്റെ പൈസയുടെ പങ്ക് കാണിച്ചു കൊടുക്കേണ്ട ആ അവസ്ഥയിൽ നിന്ന് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിന്നാക്കം. അത് അങ്ങനത്തെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു കോവിഡ് തന്നത്. നമ്മൾ കുറേയധികം മാറ്റങ്ങൾ പ്രകൃതി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും ഡെയിലി ആക്ടിവിറ്റീസിലും എന്തൊക്കെ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്ര റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും കാലത്ത് എഴുന്നേറ്റിട്ട് വൈകിട്ട് കിടന്നുറങ്ങുന്നവരുള്ള ഓരോ കാര്യങ്ങളിലും എനർജി ആയാലും പൈസ ആയാലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതായാലും വെള്ളം ഉപയോഗിക്കുന്നതായാലും എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രയും വേസ്റ്റ് കുറയും. റിഡക്ഷൻ യൂസ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വേസ്റ്റിലേക്ക് പോകുന്നത് കുറവായിരിക്കും. കാരണം നമ്മൾ 100% അല്ലെങ്കിൽ 95% അല്ലെങ്കിൽ 90% നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിനെ 100% യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ വേസ്റ്റ് വരില്ല. എൻ്റെ വീട്ടിൽ ഞാൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഒരു ബയോബിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞങ്ങൾ ബയോബിനൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു. ധനലക്ഷ്മി മാഡം ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ ചെയ്തു നോക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ വേസ്റ്റ് വരുന്നില്ല. ഞാൻ എങ്ങനെയാ വേസ്റ്റ് വരാത്തത്? 6-7 പേര് താമസിക്കുന്ന വീട്ടിൽ വേസ്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല. എന്ത് വേസ്റ്റ് വരാത്തത്? വേസ്റ്റ് വരുന്ന പ്രശ്നം വരുന്നില്ല. കാരണം പീൽ ഓഫ് മെറ്റീരിയൽസും വെജിറ്റബിൾസും ഒക്കെ തന്നെ കഞ്ഞിര വെള്ളത്തിന്റെ കൂടെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് പശുവിന് അത് കൊണ്ടുപോകും. പിന്നെ എനിക്ക് വേസ്റ്റ് വരുന്നില്ല. പിന്നെ പാത്രം കഴുകുന്ന വെള്ളം ഞാനൊരു ഡ്രമ്മിൽ പിടിച്ചിട്ട് അത് ചെടികളുടെ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ ചെടികൾക്ക് വർഷക്കാലത്ത് നല്ല വേനൽക്കാലത്ത് പോലും ചെടികൾക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നു. ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത കനാലിലേക്ക് പോകാനായിട്ട് ഹോളിട്ടിട്ടില്ല. മഴ പെയ്യുന്ന വെള്ളം ഒക്കെ തന്നെ എൻ്റെ പ്ലോട്ടിൽ തന്നെ താന്നു. ഒരു 10 തെങ്ങുള്ളെങ്കിൽ 10 തെങ്ങിന്റെ കട എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് ഒരിക്കലും വെള്ളം എൻ്റെ പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് ഒഴുകി പോകുന്നതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഓരോ കാര്യം. ഇപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ എത്ര ഏരിയ ഉണ്ട്? ആ ഏരിയയിൽ ഉള്ള മരത്തിന്റെ അല്ലെങ്കിൽ തെങ്ങിന്റെ ഒക്കെ തന്നെ ചുറ്റും വട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ ഏരിയ ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്. ഒരു 0.3 മീറ്റർ ആണ് ഡെപ്ത് ഉള്ളോ എങ്കിൽ പോലും നമുക്കൊരു ഒരു വർഷത്തിൽ ഒരു തെങ്ങിന്റെ കടയിൽ കൂടി 3000 ലിറ്ററോളം വെള്ളം നമുക്ക് വളരെ ഈസി ആയിട്ട് ഭൂമിക്ക് അടിയിലേക്ക് കൊടുക്കാൻ പറ്റും ഒരു തെങ്ങിന്റെ കടയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ ക്യാമ്പസിന്റെ ഉള്ളിൽ ഒരു 10 തെങ്ങുണ്ടെങ്കിൽ 30,000 ലിറ്റർ ക്ലീൻ ഡ്രിങ്കിങ് ക്വാളിറ്റി വാട്ടർ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യണ്ട. ഒരു വട്ടം എടുക്കുക വേണ്ടോ തെങ്ങിന് ചുറ്റും. അത് മാത്രമല്ല, നിങ്ങളുടെ ക്യാമ്പസിൽ നിന്നുള്ള വെള്ളം അടുത്ത പാടത്തേക്കോ അടുത്ത കനാലിലേക്കോ പോവില്ല. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കനാലിൽ കൂടെ വരുന്ന ഓവർഫ്ലോ വാട്ടർ ഒരു സാഹചര്യം നിങ്ങളായിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ കനാലിലേക്ക് ഓവർഫ്ലോ വാട്ടർ വരികയല്ലേ വർഷക്കാലത്ത്. ഞാൻ യൂണിസെഫിന്റെ ഡ്രോട്ട് റിലീഫ് ഓഫീസറായിട്ട് മധ്യപ്രദേശിലെ ഖണ്ഡുവ, കർഗോൺ, ബഡ്വാനി എന്ന് പറഞ്ഞ 3 ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കൺസെപ്റ്റ് രാജീവ് ഗാന്ധി വാട്ടർഷെഡ് മിഷന്റെ അണ്ടറിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന കൺസെപ്റ്റ്. നമ്മുടെ വില്ലേജിലത്തെ ഒരു തുള്ളി വെള്ളം പോലും അടുത്ത വില്ലേജിലേക്ക് പോകാൻ പാടില്ല. അതായിരുന്നു കൺസെപ്റ്റ്. എല്ലാ കുന്നിന്റെ മുകളിലും നമ്മൾ എന്ന പോലെ ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചു.
2 ലക്ഷം 2.5 ലക്ഷത്തോളം കുഴികളായിരുന്നു കുഴിച്ചത്. പാടങ്ങളിലെല്ലാം തന്നെ തടയണകൾ, ചെറിയ തോടുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ തടയണകൾ കെട്ടി വെള്ളം ഒഴുകേണ്ട ആവശ്യമില്ല. അവിടെ അവർക്ക് വേണ്ട വെള്ളം തന്നെ വർഷങ്ങളായിട്ട് ഡ്രൈ ആയി കിടന്നിരുന്ന ട്യൂബ്വെൽസ് പോലും 3 വർഷത്തിന് ശേഷം ഓവർഫ്ലോ ആകാൻ തുടങ്ങി. മൺസൂൺ പീരീഡിൽ ഗവൺമെന്റ് കുഴിച്ചു, വർഷങ്ങൾക്ക് മുന്നേ കുഴിച്ചു പോയിട്ടുള്ള ട്യൂബ്വെൽസ് ഡ്രൈ ആയിട്ട് കിടക്കായിരുന്നു. 8-10 വർഷമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുക. കാരണം ഓവർ എക്സ്പ്ലോയിറ്റേഷൻ തന്നെ. അവരെടുത്തിട്ട് കൃഷികൾക്ക് വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് വെള്ളം ഇഷ്ടംപോലെ ഉപയോഗിച്ചതൊക്കെ ഡ്രൈ ആയി. 3 വർഷത്തെ ഈ യൂണിസെഫിന്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഈ പറയുന്ന ഒരുപാട് ട്യൂബ്വെൽസുകൾ വർഷക്കാലത്ത് വെള്ളം മുകളിൽ കൂടെ, പമ്പില്ലാതെ തന്നെ മുകളിൽ കൂടെ ഓവർഫ്ലോ ആവുന്ന പിടിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്ര വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി ഇല്ല. കാരണം നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3000 mm റെയിൻഫോൾ ഉണ്ട് ഇയർലി. നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇത് വാട്ടർ സെക്ടറിൽ ഞാൻ പറഞ്ഞു. ഇനി കമ്മിങ് ടു ദ ഫോറസ്റ്റ് സെക്ടർ, സെയിം ഇഷ്യൂ. നമ്മൾ ഫോറസ്റ്റ് ഏരിയ കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, ഫോറസ്റ്റ് ഏരിയയുടെ നിയമങ്ങളും സംഭവങ്ങളുണ്ട്, അത് മാറ്റി വെക്കാം. പക്ഷെ നമ്മളുടെ ഏരിയയിൽ, നമ്മളുടെ പ്ലോട്ടിൽ, നമ്മളുടെ വീടിനടുത്ത് ഓരോ മരങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയാറില്ല ഇത്ര കിലോ ഓക്സിജൻ മരങ്ങൾ വിടുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടറിന് 600 രൂപ. ഇത്ര വലിയ ഡാറ്റയിലേക്കൊന്നും പോകണ്ട. വീടിനടുത്ത് 2 മരം ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഈ പറഞ്ഞു കൊടുക്കുന്ന അച്ഛനെ ആദ്യം പോയിട്ട് അത് വെട്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. ഒരു മരം എന്നുണ്ടെങ്കിൽ ആ മരത്തിന് അവിടെ വളരാൻ വെക്കുക. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആണെന്നത് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ കുട്ടികൾ അടുത്ത സെക്ഷനിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവരുടേതായിട്ടുള്ള രീതിയിൽ പ്ലാന്റേഷൻസോ അല്ലെങ്കിൽ ചെടികളോ വെക്കാൻ. എന്ത് ചെടി വേണമെങ്കിലും, അതിന് പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗപ്പെടുന്നതോ ഉപയോഗപ്പെടാത്തതോ ആയിട്ടുള്ള എന്ത് ചെടി ആയിക്കോട്ടെ, ചെടി ആയാൽ മതി, മരം ആയാൽ മതി, അതിന്റെ ഫലം കിട്ടും. പക്ഷെ നമ്മൾ വേൾഡ് എൻവയോൺമെന്റിലേക്ക് ചെയ്യുന്ന പോലുള്ള മരം വെപ്പാവരുത് അല്ലെങ്കിൽ ചെടി വെപ്പാവരുത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓരോ വർഷത്തിലും ചെടികൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ എമൗണ്ട് തന്നെ വളരെ വലുതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റഡി പറയുന്നത് കേരളത്തിൽ മാത്രം കോടിക്കണക്കിന് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഈ പ്ലാന്റേഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? പ്ലാന്റേഷൻ നടത്തുന്നത് ഏതെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവിടെ പോയിട്ട് ചെടി വയ്ക്കും, അതിന്റെ മുകളിലത്തെ പ്ലാസ്റ്റിക് കവർ ഊരിട്ട് കളയും. അത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ അടുത്ത വർഷക്കാലത്ത് നേരെ ഒഴുകിയിട്ട് അടുത്ത പാടത്തിൽ. കഴിഞ്ഞ ദിവസം പാടത്തിൽ ഇറങ്ങിയിട്ട് മറ്റേ ട്രാക്ടർ പൂട്ടുന്ന അവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ പോയി നോക്കിയതാ, മഴ പെയ്ത് തന്നെ. ട്രാക്ടർ കരി പോകുന്നതിലൊപ്പം തന്നെ നോക്കുകയാണ് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുകളാണ് അടിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ചെറിയ ബോട്ടിലുകൾ, അതായത് 100 ml. ഹലോ എന്തെങ്കിലും പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് സോറി സാർ, വേറെ ആരോ എന്തോ. സാർ കണ്ടിന്യൂ ചെയ്യൂ സാർ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ഈ 100 ml സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലും, അല്ലെങ്കിൽ 300 ml ചെറിയ ബോട്ടിൽസ് വരുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലും പ്ലാസ്റ്റിക് ബോട്ടിൽ വരികയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബോട്ടിലിന്റെ ആവശ്യമില്ല. ആ ബോട്ടിൽ നമ്മൾ വലിച്ചെറിയും. ആ ബോട്ടിൽ പിന്നെ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഒരാൾക്കും ഐഡിയ ഇല്ല. ഇതൊക്കെ തന്നെ ഇപ്പൊ പാടത്ത് കൂട്ടുമ്പോഴൊക്കെ വരുന്നത് ഈ പ്ലാസ്റ്റിക് കിറ്റുകളും പ്ലാസ്റ്റിക് ബാഗുകളും, അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ എന്താ പറയണ്ടേ ഗ്രോയിങ് ബാഗ്സ്. ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ അടി പൊട്ടും. പിന്നെ മോൾ ഭാഗത്തെ സ്ട്രക്ചർ നേരെ മണ്ണിന്റെ മുകളിൽ കൂടെ ഊരി പോകും, അത് വലിച്ചു കളയും. ഏത് പറമ്പിലോ അല്ലെങ്കിൽ ഏത് പാടത്ത് പോയാലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇപ്പൊ ക്യാരി ബാഗ്സ് ആണ്. ആ കമ്പനിയുടെ പേര് വരെ പോവില്ല, വർഷങ്ങളായിട്ട് മണ്ണിന്റെ അടിയിൽ കിടന്നാലും അത് അതുപോലെ നിലനിൽക്കും. അത് മെല്ലെ ആയിട്ട് നമുക്ക് പോകുന്ന പുഴയിലേക്കാണ്. പുഴയിൽ നിന്ന് പോകുന്നത് കടലിലേക്കാണ്. കടലിലെ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, വേമ്പനാട് കായലിന്റെ അടിയിൽ മാത്രം അതായത് സെറ്റിലായിട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് മാത്രം 1.5 മീറ്റർ കനത്തിലാണെന്നാണ് പറയുന്നത്. വേമ്പനാട് കായലിന്റെ 1.5 മീറ്റർ ഫുൾ സ്ട്രെച്ച്, 1.5 മീറ്ററോളം വേമ്പനാട് കായലിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻ വേറെ. അത് 0.5 മൈക്രോണിന്റെ താഴെയുള്ള പ്ലാസ്റ്റിക് പൊടികളായിട്ട് നമ്മുടെ ഓഷനിലുള്ളതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇതിലൊക്കെ വളരെ ഹൈ ആണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒക്കെ തന്നെ ഭക്ഷിച്ച്
അല്ലെങ്കിൽ ശരീരത്തിലെത്തി അതിന്റെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷിലേക്ക് അബ്സോർബ് ചെയ്ത് ബയോ അക്യുമുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ എല്ലാ വേസ്റ്റും തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയിട്ടല്ല എത്തുന്നത്, അതിന്റെ വേസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അത് നമ്മൾ കൊടുക്കുന്നതിന്റെ 100 ഇരട്ടി പോയിസണസ് മെറ്റീരിയൽസ് ആണ് ഫിഷിൽ കൂടിയും ബാക്കിയുള്ള മറ്റേ ഫുഡ് ഐറ്റംസിൽ കൂടെ നമുക്ക് തിരിച്ചു വരുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇതാണ് ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കണ്ടെത്തുന്നത്. അത് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ പ്രശ്നങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഇങ്ങനത്തെ വേസ്റ്റ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയാനോ നമുക്ക് തോന്നുന്നു. ആ ഒരു ചിന്താഗതിയിലേക്ക്, കൺസെപ്റ്റ് അവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ആ ലെവലിലേക്ക് കുട്ടികളെ തന്നെ കൊണ്ടുവരണം. നിങ്ങൾ ചെയ്യുന്നത് ഓരോന്നും നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടാനുള്ളതാണ്. ഞാനടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ മുതിർന്നവരായിട്ടുള്ള ആൾക്കാരും ഞാനടക്കം ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഗവൺമെന്റ് പോളിസികൾ നമ്മൾ അനിയന്ത്രിതമായിട്ട് നമ്മൾ ഈ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് വന്നോടുകൂടിയിട്ട്, അതായത് എല്ലാവർക്കും കോൺക്രീറ്റ് വീടുകൾ, നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറൊക്കെ മാറി. അപ്പൊ എല്ലാവർക്കും കോൺക്രീറ്റ് വീടുകളായി, വലിയ വലിയ ഹൈ എൻഡിങ് മീൻസ് ഹൈ റൈസിങ് ഫ്ലാറ്റ് സിസ്റ്റംസ് വന്നു നമ്മുടെ നാട്ടിൽ. അതിനൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള കരിങ്കല്ല് വേണം, കല്ല് വേണം, കോറി വേണം. തുറന്ന് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ മെയിൻ പോർഷൻസ് ഒക്കെ തുറന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രശ്നം എന്താ വരുന്നത്? ഓരോ ബ്ലാസ്റ്റും കുലുക്കുന്നത് മൊത്തം വെസ്റ്റേൺ ഗട്ട്സിനെ. അടിയുന്ന പാറയാണ് നമ്മൾ പൊട്ടിക്കുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ മുകളിൽ നിൽക്കുന്ന മരം അതിന്റെ വിറയിൽ അറിയുന്നുണ്ട്. മരം വിറയിൽ അറിയുമ്പോഴാണ് അതിന്റെ വേരിന്റെ അവിടെ വെച്ചിട്ട് പൊട്ടുന്നത്. അതാണ് സോയിൽ പൈപ്പിംഗ്, ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പ്രതിഭാസത്തിലൂടെയൊക്കെ വെള്ളത്തിന് കടത്തുള്ളിലേക്ക് വിടുന്നത്. വെള്ളം ഉള്ളിലേക്ക് പോയാൽ എങ്ങനെയായാലും ഒരു സമയത്ത് വെള്ളം പുറത്തേക്ക് തള്ളും. ഈ വിറയലിൽ കൂടെ അല്ലെങ്കിൽ ഈ വിള്ളലിൽ കൂടെ കയറി ഇരിക്കുന്ന വെള്ളമാണ് ഒരു സുപ്രഭാതത്തില് നമ്മളുടെ വീടിന്റെ മുകളിലേക്ക് ഉരുൾപൊട്ടലായിട്ട് വരുന്നു. ഒപ്പം തന്നെ കൂടെ ഇതിനെ സഹായിച്ച പൊട്ടി നിൽക്കുന്ന പാറകളെയും കൊണ്ടുവരുന്നു. മാത്രം കഴിഞ്ഞ തവണ നമ്മൾ പെട്ടിമുടിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടതാണ്. പ്രകൃതി തിരിച്ചടിക്കുമ്പോൾ അത് 10 പേരെയോ അല്ലെങ്കിൽ 5 പേരെയോ 6 പേരെയോ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കില്ല. പ്രകൃതിക്ക് അറിയില്ല. പ്രകൃതി അതിന്റെ ചോട്ടിലുള്ള എല്ലാത്തിനെയും ഒരുപോലെ കണ്ട് ഒരു പോക്കാണ്. അതാണ് പെട്ടിമുടിയിൽ കണ്ടത്. അപ്പോഴും നശിക്കുന്നത് നമ്മളുടെ സ്വപ്നങ്ങളായിരിക്കും, നമ്മളുടെ ആവാസ വ്യവസ്ഥയായിരിക്കും. പിന്നെ തിരിച്ചതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നത് അവർക്ക് കൊടുക്കുന്ന 20 ലക്ഷം 40 ലക്ഷം 30 ലക്ഷം കോമ്പൻസേഷൻ പോലും ഈ പറയുന്ന ഇതിന് കാരണക്കാരായിട്ടുള്ള എൻവയോൺമെന്റൽ ഡിഗ്രേഷന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഫൈനായിട്ട് കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്ക് ചെറുതായിട്ട് പേടി തോന്നും. ഇപ്പൊ അത് ഉണ്ടാവുന്നില്ല. അത് നമ്മളുടെ വ്യവസ്ഥിതിയുടെ ഒരു പ്രശ്നമായിരിക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് പ്രകൃതി നമ്മളതിനെ ഒരിക്കലും ദ്രോഹിക്കാൻ ആഗ്രഹിക്കില്ല. പ്രകൃതി എല്ലാം തന്നെ നമുക്ക് കനിഞ്ഞരളി തരാനാണ് ആഗ്രഹിക്കുന്നത്. വേണ്ടതിലധികം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിലും പ്രകൃതി നമ്മളതിനെ വളരെയധികം സഹായിച്ചു. അതുകൊണ്ടാണ് ചക്കയും മാങ്ങയൊക്കെ ഇത്രയധികം കൂടുതൽ കിട്ടിയത്. നമുക്ക് എല്ലാവരും സുഭിക്ഷമായിട്ട് കഴിച്ചു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. ഓരോ ട്രെൻഡും വന്നു, ഓരോരോ രീതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ 2 വർഷത്തെയും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് നമുക്ക് കൂടുതലാണ്. കാരണം എന്താ, എല്ലാവരും ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു, വീട്ടിലിരുന്നിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു, വീട്ടിലിരുന്നിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി വീട്ടിലിരുന്ന്. കാരണം വേറെ ഓൾട്ടർനേറ്റീവ് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചിന്തിക്കാതെയായിരുന്നു കുറച്ച് കാലഘട്ടത്തിലായിട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനൊന്നും ചിന്തിക്കാത്ത സമയമില്ല നമുക്ക്. തിരക്ക് പിടിച്ച ഓട്ടമായിരുന്നു. മെട്രോ ട്രെയിൻ പിടിക്കണം, ബസ് പിടിക്കണം, ബൈക്ക് എടുത്തിട്ട് ഓടണം. അടിച്ചുകൂടുന്ന പെട്രോളിന്റെ റേറ്റിന് ഒരു ഇതില്ല. അപ്പൊ 20 പൈസ കൂട്ടിയാൽ നമ്മൾ കറിയും. പക്ഷെ അടിച്ചുകൂട്ടുന്നതിനെ കുറിച്ച് ഒരു കൊത്തില്ല. ഒരാൾ പോലും ഇന്നവരെ പെട്രോളിന്റെ റേറ്റ് കൂട്ടി നിന്നിട്ട് പെട്രോൾ അടിക്കൽ കുറച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫൈൻ വരുന്നുള്ളതുകൊണ്ടല്ല. എന്നിട്ട് ഫൈൻ കൊടുത്തിട്ട് പോലും പെട്രോൾ അടിച്ചിട്ട് പുറത്ത് കറങ്ങാനായിട്ട് നമുക്ക് താല്പര്യം. എന്തിനാ അറിയില്ല, നമുക്കറിയില്ല. വെറുതെ ഒരു രസം. കാരണം നമുക്ക് ആ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. വെറുതെ പെട്രോൾ അടിച്ചൊന്ന് കറങ്ങി വരിക, സിറ്റിയിലൊന്ന് കറങ്ങി വരിക. എന്തിന് അറിയില്ല. ദിവസം 20,000 30,000 കേസ് കോവിഡ് വയലേഷന്റെ കേസ് പിടിക്കുന്നതിൽ മെയിൻ ആയിട്ട് കാണുന്നത് ഈ ജനറേഷനാണ്.
അത് ബൈക്ക് എടുത്ത് ഇറങ്ങിയൊക്കെയാണ് പെട്രോൾ അടിച്ചിട്ട്. അത് അവനായിരിക്കും മറ്റേ മീഡിയ കാഴ്ച വെച്ച 30 പൈസ കൂട്ടി, ഓ ജീവിക്കാൻ വയ്യ ഇവിടെ. അപ്പൊ നമ്മൾ ഇത് കുറച്ചാൽ മതി, ഇത് റെഡ്യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ സെക്ഷനിലും നമ്മൾ നമ്മുടെ ഉപയോഗത്തിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീയൂസിന്റെയോ അല്ലെങ്കിൽ രണ്ടാമത് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന എനർജീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്കും കുറെ അധികം കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. എനർജി കാര്യത്തിലായാലും വേറെ ഏത് കാര്യത്തിലായാലും നമ്മൾ കുറച്ച് റെഡ്യൂസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ കുറെ അധികം നമുക്ക് സേവ്. അതാണ് ഒന്ന്. ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷന്റെ ഭാഗം വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മറൈൻ എൻവയോൺമെന്റ് സൈഡ്, ഇപ്പൊ നമ്മുടെ ലാൻഡിന്റെ പറഞ്ഞു, വാട്ടർ ബോഡീസിന്റെ പറഞ്ഞു. വാട്ടർ ബോഡീസിന്റെ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിടില്ല, അല്ലെങ്കിൽ കനാലിലേക്ക് പറഞ്ഞു വിടില്ല, അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് വിടില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് തന്നെ ആവശ്യം വരില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട സിറ്റികളിൽ മാത്രം, തിക്ലി പോപ്പുലേറ്റഡ് ഏരിയയിൽ മാത്രം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉള്ള സ്ഥലത്ത് അവരുടേതായിട്ടുള്ള സിസ്റ്റം ചെയ്തോട്ടെ. ഇതിന്റെ ഈ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും കൂടുതൽ പൈസ എനർജി യൂസ് ചെയ്യുന്നത് ഇതിനെ പമ്പ് ചെയ്യാനാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പമ്പ് ചെയ്യാൻ, അതിനുവേണ്ടിയുള്ള പൈപ്പ് ഇടാൻ, ഇതിനൊക്കെ ഒരുപാട് പൈസ ചെലവ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൺ സൈറ്റിൽ, നമ്മൾ ഡീസെൻട്രലൈസ് സിസ്റ്റത്തിൽ നമ്മൾക്ക് നമ്മുടെ ഏരിയയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ റിഡക്ഷൻ മീൻസ് റീയൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന്റെ പൈസ സേവ് ചെയ്യാനും നമ്മുടെ പൈസ സേവ് ചെയ്യാനാണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സിലാണ് അവരത് ചെയ്യുന്നത്, അല്ലാണ്ട് അവരുടെ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ തന്നെ നമുക്ക് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ്, ഈ കൺസെപ്റ്റുകളാണ് മനസ്സിലാക്കേണ്ടത്. കമ്മിങ് ടു ദി ഓഷ്യൻ എൻവയോൺമെന്റ്, അതാണ് ഈ ഇപ്പോഴത്തെ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് UN മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഹൗ ടു സേവ് മറൈൻ എൻവയോൺമെന്റ്. മറൈൻ എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ. കാരണം നമുക്കറിയില്ല, നമ്മൾ കൊടുക്കുന്ന ഓരോ വേസ്റ്റും, പ്ലാസ്റ്റിക് വേസ്റ്റ് പെർട്ടിക്കുലർലി, ഇതൊക്കെ തന്നെ ഫൈനലി എത്തുന്നത് കടലിലാണ്. കഴിഞ്ഞ ദിവസം ചെല്ലാനത്ത് കടലാക്രമണം ഉണ്ടായതിനു ശേഷം അവിടെ നിന്നുള്ള കുറെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും അല്ലെ? നമ്മൾ കൊടുത്തതൊക്കെ തന്നെ ഒരു കുറെ അധികം ശതമാനം സമുദ്രം നമുക്ക് തിരിച്ചു വന്നത് എങ്ങനെയാ? ഒരു മൊത്തം ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിരുന്നു, പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരുന്നു. എന്റെ ഫോട്ടോസ് എന്റെ അടുത്തുണ്ട്. മറ്റേ ഡൽഹിയിൽ നിന്നുള്ള ടീം. ഇപ്പൊ ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് CCPME എന്ന് പറയും. അതായത് സിറ്റീസ് കോമ്പാക്ടിങ് പ്ലാസ്റ്റിക് പൊള്യൂഷൻ ടു മറൈൻ എൻവയോൺമെന്റ്. അതാണ് പ്രൊജക്ടിന്റെ ഫുൾ ഫോം. അത് ജർമ്മൻ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യുന്ന, ജർമ്മൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ന്യൂക്ലിയർ സേഫ്റ്റി, അവരാണ് സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾ 3 സിറ്റിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്: കൊച്ചി, കാൺപൂർ ആൻഡ് പോർട്ട് ബ്ലെയർ. നിങ്ങൾ ചോദിക്കും കാൺപൂർ എവിടെ? കടലിന്റെ അടുത്ത് വരുന്നത്. കാൺപൂര് കടലിന്റെ അടുത്തല്ലെങ്കിലും കാൺപൂർ സിറ്റിയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റിന് തള്ളുന്ന ഗംഗയുടെ അടുത്ത് കിടക്കുന്നത്. അപ്പൊ ഗംഗാ നദി നേരെ കൊണ്ടുപോയിട്ട് ബംഗാൾ ഉൾക്കടലിൽ ഉള്ള വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാൺപൂരിൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചി വേറൊരു സിറ്റിയാണ്. ടോട്ടൽ എൻ്റെ കേരള കോസ്റ്റൽ സൈഡ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏകദേശം 590 കിലോമീറ്റർ കോസ്റ്റൽ, കേരളത്തിന്റെ കോസ്റ്റൽ സൈഡ് മുഴുവൻ ഈ പ്രൊജക്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് കഴിഞ്ഞ നവംബർ മുതലാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ നമ്മൾ നോക്കുമ്പോൾ മറൈൻ എൻവയോൺമെന്റും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇതിന്റെ ഒക്കെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാ സ്ഫിയറിലും, ലിത്തോസ്ഫിയർ ആയാലും അറ്റ്മോസ്ഫിയറിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫൈനലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവസാനം പോയിട്ട് കടലിലാണ്. അതുകൊണ്ട് മറൈൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഡയറക്റ്റ് അതിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മേഖല ഈ മറൈൻ എൻവയോൺമെന്റിനോട് റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഏരിയയിൽ കൂടി UN ഇപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. മറൈൻ എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ച് വളരെയധികം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ മറൈൻ എൻവയോൺമെന്റ് ഡിവിഷനും NIE ഒക്കെ ഒരുപാട് സ്റ്റഡീസ് ഈ ഏരിയയിൽ നടത്തുന്നത്. കാരണം അവർ മെയിനായിട്ട് നോക്കുന്നത് ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഈവൻ CMFR സ്റ്റഡി നടത്തുന്നത് ഫിഷ് സ്പീഷീസിന്റെ റിഡക്ഷനെ കുറിച്ചുള്ള സ്റ്റഡി അവർ നടത്തുന്നത്. കാരണം ഇതിന്റെ ഒക്കെ തന്നെ ഇമ്പാക്ട് കാണുന്നത് ഇക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റിയുടെ മുകളിലാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മത്സ്യസമ്പത്തിന്റെ മുകളിലാണ്. സോ വേരിയസ് ഏജൻസീസ് ആർ ഡൂയിങ് ലോട്ട് ഓഫ് റിസർച്ച് വർക്ക്, ലോട്ട് ഓഫ് ആക്ടിവിറ്റി, ലോട്ട് ഓഫ് മിറ്റിഗേഷൻ പ്രോഗ്രാംസ് റിലേറ്റഡ് ടു മറൈൻ എൻവയോൺമെന്റ്. GIZ is also supporting state government and Indian government for marine litter project program.
Kerala, we have Kochi as a city, partner city. The entire state is supporting us. ശുചിത്വ മിഷനും അതുപോലെ തന്നെ ക്ലീൻ കേരള കമ്പനി ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെങ്കിൽ, നിങ്ങൾ വീടിന്റെ മുറ്റത്തേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത റോഡിലേക്കോ എറിയുന്ന പ്ലാസ്റ്റിക് പോലും അത് കറങ്ങി അവസാനം നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുന്നുണ്ട്. പുഴയിൽ കൂടെ ആയിട്ട് കടലിൽ കൂടെ ചെന്ന് മത്സ്യങ്ങൾ തിന്ന് അല്ലെങ്കിൽ മത്സ്യങ്ങൾ തിരിച്ച് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അവസാനം നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ അടുക്കളയിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഇടുന്ന വേസ്റ്റ്, നിങ്ങൾ പുറന്തള്ളുന്ന വേസ്റ്റ്, അത് വേറെ ഒരു ജീവിയുടെ വായിലേക്കാണ് നല്ല രീതിയിൽ ഭക്ഷണമായി പോയെങ്കിൽ അത് ശരിയായിട്ട് നിങ്ങൾ യൂസ് ചെയ്തു എന്ന് പറയാം. അല്ല, മണ്ണിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ വേസ്റ്റ് ആയി പോവാണ്. നിങ്ങൾ അവിടെ റിഡക്ഷന്റെ ഒരു പോയിന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്, റീയൂസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെയൊക്കെ തന്നെ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എനർജിയും വേസ്റ്റ് ആവുകയാണ്. ഒപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് വേസ്റ്റ് പൈസയോ അല്ലെങ്കിൽ എനർജിയോ വേസ്റ്റ് ആയി പോകുന്നു. ഇതാണ് റിസ്റ്റോറേഷന്റെ ഭാഗമായിട്ട് ഓരോ ഇക്കോസിസ്റ്റത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന് ഓരോ പോയിന്റിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു രീതിയിലുള്ള ലാർജ് സ്കെയിൽ ക്യാമ്പയിന്റെ ഭാഗമാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് വൈകിട്ട് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുളിക്കുന്നത് തൊട്ട്, ഡ്രസ് ഇടുന്നത് തൊട്ട്, ബൈക്ക് എടുത്തിട്ട് പുറത്തു പോകുന്നത് തൊട്ട്, പഠിക്കുന്നത് തൊട്ട്, തിരിച്ചു വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടന്നുറങ്ങുന്നത് വരെയുള്ള ഓരോ പോയിന്റിലും ഓരോ സെക്ഷനിലും ഹൗ വി ക്യാൻ റെഡ്യൂസ്, ഹൗ വി ക്യാൻ റീയൂസ്, ഇത് ഒരിക്കൽ നിങ്ങളുടെ മനസ്സിലൊന്ന് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ആയിട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ വേസ്റ്റ് ആണെന്നുള്ളൊരു ഐഡിയ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റീയൂസ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാവാത്തടത്തോളം കാലം എത്ര വലിയ UN പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. UN പറഞ്ഞാൽ UN നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് ഒരു ഏജൻസി, ഒരു ഗവൺമെന്റ് ഏജൻസിക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ വി ആർ സപ്പോർട്ടിങ് അവർ എർത്ത്, അവർ സറൗണ്ടിങ്, എൻവയോൺമെന്റ്, നാച്ചർ. അതാണ് ശരിയായ ഒരു നാച്ചർ സ്നേഹി അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ UN കുറെ അധികം പ്രോഗ്രാംസ് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ഓരോ ഏരിയനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ കോവിഡ് നമ്മളെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ കോവിഡിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ വരാവുന്ന പൊല്യൂഷൻ ലോഡ്. കാരണം നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് കോവിഡിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ തന്നെ വേസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് നമ്മൾ വലിച്ചെറിയൽ വളരെ ഈസി ആയിരിക്കും, പക്ഷെ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് പോയിട്ട് കടലിലുള്ള ഏതെങ്കിലും ഒരു ജീവിയുടെ മാസ്ക് ആയിട്ട് മാറാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക, ഓരോ വേസ്റ്റിനും ശരിയായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. ഫ്യൂച്ചർ എർത്ത്, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ എർത്ത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഈ ഗ്ലോബ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ശേഷം അല്ലെങ്കിൽ പണ്ട് നമ്മളുണ്ടായിരുന്നു നോക്കി കഴിഞ്ഞാൽ എന്റെ കാലം എങ്ങനെയാലും കഴിഞ്ഞു പോകും, ബാക്കി വരുന്നത് നോക്കട്ടെ എന്നുള്ളൊരു ഐഡിയയിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്ന് കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നാച്ചുറൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരിച്ചടികൾ കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസിലി വി ക്യാൻ സസ്റ്റെയിൻ അവർ ഗ്ലോബ് ആസ് എ വെരി ഗുഡ് ലിവിംഗ് ലാൻഡ് ഫോർ ഓൾ ഓഫ് us. ഇനി ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ച് നമ്മളോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്കൊക്കെ തന്നെ ഇതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലഡ് ആയാലും ലാൻഡ് സ്ലൈഡ് ആയാലും വാട്ടർ സ്കേസിറ്റി ആയാലും ഇതൊക്കെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫുഡ് ഫോർ ദ എൻ്റയർ പോപ്പുലേഷൻ. നമ്മൾ ഓൾമോസ്റ്റ് 7 ബില്യണിനൊക്കെ കൂടുതൽ പോപ്പുലേഷൻ ഓൾറെഡി ഭൂമിയിലുണ്ട്. 40% ഓഫ് ദ പേഴ്സൺ ഇപ്പോഴും നേരായ രീതിയിൽ ഫുഡ് കിട്ടാതിരിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് ഫുഡ് കിട്ടുന്നില്ല? കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഏരിയയിലുള്ള പ്രകൃതി ആയാലും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഓൾറെഡി നശിപ്പിച്ച് കഴിഞ്ഞു. അവർക്ക് വേണ്ട രീതിയിലുള്ള വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ല. വാട്ടർ സ്കേസിറ്റി വലിയ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. സോയിൽ ഇറോഷൻ കൊണ്ട് ടോപ്പ് സോയിലിന്റെ നഷ്ടം, അതും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. എൻവയോൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോയിന്റുകൾക്കൊന്നും ഒരു ക്ഷാമമില്ല, ഇഷ്ടംപോലെ പോയിന്റുകളുണ്ട് പറയാനായിട്ട്. പക്ഷെ ആക്ഷന്റെ സൈഡിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൈയും കെട്ടിയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കൂടി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും അവനാനത്തെ രീതിയിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ കാലത്തോട്ട് വൈകുന്നേരം ഉള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഒരല്പം ചിന്തിച്ചാൽ, ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ് കൂടുതൽ നേരം. കൂടുതൽ സമയം ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടിവിയുടെ മുന്നിലാണ്. ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആണ് ചിന്തിക്കാനായിട്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു ബാലൻസ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. എന്താണ് ഞാൻ ഓരോ ദിവസം ചെയ്യേണ്ട ആക്ടിവിറ്റീസിൽ എങ്ങനെയൊക്കെയാണ് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ റിഡക്ഷൻ അടുത്ത വർഷത്തിൽ പറയണ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റിഡക്ഷന്റെ 10% കൊണ്ടുവരും. റിഡക്ഷൻ എന്ന് വെച്ചാൽ കൺസെപ്റ്റുകൾ പറയുന്നു. നമുക്കറിയില്ല എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ ഓവർ യൂട്ടിലൈസ്ഡ് ആണ്, ഓവർ യൂസ്ഡ് ആണ്. എല്ലാ ഏരിയകളിലും പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് 90s സമയത്ത് തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ വല്ലാത്ത ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ അതിനൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. മണ്ണിൽ പ്ലാസ്റ്റിക് വരുന്നതുകൊണ്ട് പെർക്കുലേഷൻ റേറ്റ് കുറയുന്നു, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങളതിനെ വളരെ കാര്യമായിട്ട് പഠിപ്പിച്ച സമയത്തൊക്കെ ഞങ്ങൾ ഇരുന്ന് ചിരിക്കായിരുന്നു. എവിടെ കാണുന്നത്, എവിടെയൊന്നും നടക്കാൻ പോകുന്ന സംഭവങ്ങളല്ല, നമ്മളതിനെ പേടിപ്പിക്കുകയാണെന്നാണ്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസം പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ട്രാക്ടറിന് മുകളിൽ കരിയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളായിരുന്നു. അതുപോലെ തന്നെ ബോട്ടിലുകൾ, ചെറിയ ചെറിയ ബോട്ടിലുകൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റെഡ്യൂസിങ് സൈഡിലേക്ക് പോകാൻ പറ്റും. റിഡക്ഷൻ ആണ് ഇന്ന് നമ്മുടെ ഗ്ലോബ് നേരിടുന്ന മോസ്റ്റ് ഓഫ് ദ ഇഷ്യൂസിനെ കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഏക ഉപാധി. ആ രീതിയിലേക്ക് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. നിങ്ങൾ എല്ലാവരും ചിന്തിച്ച ആ രീതിയിൽ ഡെയിലി നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്തു കഴിഞ്ഞാൽ, ക്യാമ്പസിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ ആരുടെ അടുത്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിലായാലും കൂടെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന ആൾക്കാരുടെ ഇടയിലായാലും ഈ കൺസെപ്റ്റ് പ്രാവശ്യം കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം നമ്മളുടെ ഭൂമിയെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള രീതിയിലായിട്ട് മാറ്റാൻ പറ്റും. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, യു എൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു ആസ് പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ആസ് എ റിസ്റ്റോറേഷൻ ഏജന്റ്. വാട്ട് യു ക്യാൻ ഡു, അത് യു എൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചില പോയിന്റുകൾ നമുക്ക് പറയാം, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. നമുക്ക് പ്ലാന്റേഷൻ നടത്താം, ആക്റ്റീവ്ലി പ്ലാന്റിങ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. അതിനുശേഷം മറന്നു പോകാതിരിക്കാൻ നോക്കുക, അതിനെ വളർത്തിക്കൊണ്ടാൻ നോക്കുക. വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ് മാത്രം ചെയ്താൽ മതി. അതും പരമാവധി നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂടുതൽ കിട്ടുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റോ തരുന്ന സൈക്കിൾ അല്ലാതെ നിങ്ങളുടെ ഏരിയയിൽ തന്നെ ലോക്കൽ ഏരിയയിൽ കിട്ടാവുന്ന സൈക്കിള് പുറത്ത് വളർന്നു വന്നിട്ടുള്ള വെറുതെ വളർന്നു വന്നിട്ടുള്ള ഏതെങ്കിലും സൈക്കിൾ കൊണ്ടുവന്നിട്ട് നട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വളരും. അതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വളരും. പക്ഷെ അതിന് മുകളിൽ കത്തി വയ്ക്കാതെ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന പ്ലാസ്റ്റിക്കുള്ള സംഭവമാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് അടുത്ത വർഷം വരെ അവിടെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം അതേ സ്ഥലത്ത് തന്നെ പിന്നെയും നിങ്ങൾക്ക് വർഷാവർഷം ഈസി ആയിട്ട് പ്ലാന്റേഷൻ നടത്താൻ പറ്റും. അങ്ങനെയുള്ളൊരു മെച്ചം അതിനുണ്ട്. അതിലും നല്ലത് ലോക്കലായിട്ട് കിട്ടുന്ന പ്ലാന്റേഷൻ. അപ്പൊ പ്ലാന്റേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിയെ ക്ലീൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ചെടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീനപ്പ് ഏരിയയിൽ നിങ്ങളുടെ അടുത്തോ ബീച്ചുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ ക്ലീനപ്പ് ഏരിയാസിൽ ക്ലീനപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് എവിടെ കണ്ടു കഴിഞ്ഞാലും അത് കളക്ട് ചെയ്യുക, അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക, അത് പ്രോപ്പറായിട്ടുള്ള ഏജൻസിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന്റെ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷെ ഒരിക്കലും അതിനെ വേസ്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ കാണാനായിട്ട് ഇടവരാതിരിക്കുക. ഓരോന്നിനും ഒരു വേസ്റ്റും വേസ്റ്റ് അല്ല, അതിനൊക്കെ തന്നെ ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ അത് പ്രോപ്പർ ഹാൻഡ്സിൽ അത് എത്തണം, എന്നാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അത് കളക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്, അതിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടും ചെയ്യും. പക്ഷെ അത് വേസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ വാല്യൂ ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ള വാല്യൂ കുറയ്ക്കും ചെയ്യും. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബർഡൻസ് ആ രീതിയിൽ കണ്ടെത്താൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ NGOs ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഒക്കെ അല്ലാതെയും മറ്റു രീതിയിൽ ചെയ്യുന്ന പൊതു അങ്ങനത്തെ പരിപാടികളുടെ ക്ലീനപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക. വാട്ടർ യൂസ് ഞാൻ പറഞ്ഞു സേവ് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ നോക്കുക. കുറച്ച് വെള്ളം ഉപയോഗിക്കാതിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുറയ്ക്കണമെന്നല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ സേഫ് രീതിയിൽ, അതുപോലെ വളരെ കുറഞ്ഞ അളവിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നത് വേസ്റ്റ് ആയിട്ട് വെള്ളം പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുക. വീട്ടിലെ ആരായാലും നിങ്ങൾ സ്വയം ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് യൂസേജിനെ
റെഡ്യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു റിഡക്ഷൻ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. ആ മന്ത്രയിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തേണ്ടത്. അത് കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും റെഡ്യൂസ് എന്നുള്ള മന്ത്രം എപ്പോഴും കൊണ്ടുനടക്കുക. നമുക്ക് പ്രകൃതിനെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ആക്ടിവിറ്റീസും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുണ്ടെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആർത്തി പൂർത്തിയാക്കാനായിട്ടുള്ളത് പ്രകൃതി നമുക്ക് തരുന്നില്ല. അത് ആർത്തിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പ്രകൃതിക്ക് അത് ഒരു വല്ലാത്ത ബാധ്യതയായിട്ട് മാറും. അപ്പോൾ ആർത്തി കാണിക്കാതിരിക്കുക, നമുക്ക് വേണ്ട എല്ലാം പ്രകൃതി തരുന്നുണ്ട്. അത് സസ്റ്റൈനബിൾ ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് ഫോമിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രകൃതിക്ക് ഒരിക്കലും കരച്ചിലിന്റെ ആവശ്യം വരില്ല, പ്രകൃതി നമ്മളോട് പ്രതികരിക്കേണ്ട ആവശ്യം വരില്ല, പ്രകൃതി നമുക്ക് തനിമേലിൽ തരും. അതുപോലെ തന്നെ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള അപ്ലയൻസ് യൂസ് ചെയ്യുക, വെറുതെ പെട്രോൾ അടിച്ച് കറങ്ങിയിറക്കേണ്ട ആവശ്യം വരരുത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എനർജി യൂസ് ചെയ്യുക, അല്ലാത്ത സമയത്ത് എനർജി കുറയ്ക്കാനായിട്ടുള്ള ഓരോ ഉപാധികളും നോക്കുക. പിന്നെ റീസൈക്കിൾ ചെയ്യുക ഇ വേസ്റ്റ് പ്രോപ്പർലി. ഇ വേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഇന്ന് ഈ പറയുന്ന ഓൺലൈൻ പ്രോഗ്രാം പോലും ഈ സിസ്റ്റംസ് ഒന്നും ഇല്ലായെങ്കിൽ നടത്താൻ പറ്റുമായിരുന്നില്ല. ഭാഗ്യത്തിന് നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റംസും എല്ലാം തന്നെ വളരെയധികം ഡെവലപ്ഡ് ആയി 4G സിസ്റ്റംസ് ഒക്കെ ഇന്ത്യയിൽ വന്നു. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ തന്നെ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ടാബ് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ അതേ ടാബിന് ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒരെണ്ണം വാങ്ങിച്ചാൽ ജീവിതാവസാനം വരെ ഉപയോഗിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ അത് മാറും. യന്ത്രങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള ഏജൻസിന് അത് കൊടുത്ത് അതിന് റീസൈക്കിൾ ചെയ്യുക. കൊച്ചിയിലുണ്ട് റീസൈക്ലിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. ലാപ്ടോപ്പ് അല്ല, എല്ലാ ഇലക്ട്രോണിക് മെറ്റീരിയൽസും റീയൂസ് ചെയ്യുന്ന, അതുപോലെ TV അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ റീയൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വേസ്റ്റ് ഒരിക്കലും അതിനെ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ അത് റിസോഴ്സ് ആണ്. അപ്പൊ എല്ലാ വേസ്റ്റിനും റിസോഴ്സ് ആക്കാവുന്ന രീതിയിൽ, മാറ്റാവുന്ന രീതിയിൽ നമ്മളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമി കുറച്ചുകൂടി സുന്ദരമാവും, കൂടുതൽ പച്ചപ്പുള്ളതാവും. നമുക്ക് വേണ്ടത്ര ഓക്സിജൻ സിലിണ്ടറിലല്ലാതെ തന്നെ ശ്വസിക്കാൻ ബാബ രാംദേവ് പറഞ്ഞ പോലെ നീട്ടി വലിച്ചാൽ കിട്ടാവുന്ന രീതിയിലുള്ള ഓക്സിജൻ നമ്മുടെ ചുറ്റും ഉണ്ടാക്കി തരാനായിട്ടുള്ള പ്ലാൻസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ അത്രയും കുറഞ്ഞിട്ടൊന്നുമില്ല. വാട്ടർ സ്കേഴ്സിറ്റി കേരളത്തിനെ അപേക്ഷിച്ചിട്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ നമ്മളും കമ്മിങ് ഇയേഴ്സിൽ വാട്ടർ സ്കേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരൊക്കെ ഓൾറെഡി ഇന്ത്യത്തെ ആദ്യത്തെ സിറ്റി ബാംഗ്ലൂർ ആവുന്നതാണ് പറയുന്നത്. വാട്ടർലെസ് സിറ്റി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മറ്റേ ആഫ്രിക്കയിലെ ഒരു സിറ്റി അവർ ഓൾറെഡി ക്യാപിറ്റൽ സിറ്റി അവർ ഓൾറെഡി വാട്ടർലെസ് സിറ്റി ആക്കി കഴിഞ്ഞു. അതായത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വാട്ടർ സപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇമാജിൻ കേരളത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. ഗവൺമെന്റ് വെള്ളം സപ്ലൈ ചെയ്യില്ല എന്നൊരു ദിവസം ഒരു 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 ഗവൺമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ കുട എടുത്തിട്ട് അടുത്ത പുഴയിലേക്ക് വിടും? പോയില്ല. കാരണം നമുക്കറിയാം, നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മളൊക്കെ അപ്പൊ തന്നെ ജാതിയും വിളിച്ച് ഇൻകിലാബ് വിളിച്ചിട്ട് സെക്രട്ടേറിയറ്റ് വളയും. അതാണ് നമ്മളുടെ അടുത്തുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഗവൺമെന്റ് ഒരു ഓർഡർ കൊണ്ടുവരികയാണ്. ഇത് ചിരിക്കാനുള്ള സംഭവമല്ല. മറ്റേ സൗത്ത് ആഫ്രിക്കയിൽ ഓൾറെഡി ഗവൺമെന്റ് ഓർഡർ ഇറക്കി കഴിഞ്ഞു. ഗവൺമെന്റ് ഒരു ഏജൻസിയോടും വാട്ടർ സപ്ലൈ നടത്തില്ല. കാരണം അവരുടെ അടുത്ത് റിസോഴ്സ് ഇല്ല, അവർക്ക് ഇല്ല ഇനി വാട്ടർ. കുഴിച്ചെടുക്കാവുന്നതിന്റെ പരമാവധി എടുത്തു കഴിഞ്ഞു. ഗവൺമെന്റ് ഇത്രയധികം പൈസ ചെലവാക്കിയിട്ട് ഇനി വാട്ടർ സപ്ലൈ ചെയ്യില്ല. ജസ്റ്റ് ഇമാജിൻ, ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സിറ്റി പറയാണ് ഞങ്ങളുടെ അടുത്ത് വാട്ടർ ഇല്ല, ഞങ്ങൾ ഇനി വാട്ടർ സപ്ലൈ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാതിരിക്കും? ഇരിക്കില്ല. അപ്പോൾ അതിനുള്ള ആ പ്രകൃതി തരുന്ന ആ ഫ്രീ തരുന്ന ആ സർവീസസിനെ അതുപോലെ കൊണ്ടു നടക്കാനായിട്ട്, അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. വാട്ടർ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് വേസ്റ്റ് റീയൂസ്, അതുപോലെ പ്ലാസ്റ്റിക് യൂസേജ് റിഡക്ഷൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരമായിട്ട് മരം, ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിൽ വെച്ച് നമുക്ക് പുതിയ ഒരു ഭൂമിയെ കെട്ടിപ്പടുക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വിൽ ഓൾ വർക്ക് ടുഗദർ. ആൻഡ് ദാറ്റ്സ് എ മെസ്സേജ് ടുഡേ. ഐ ഹോപ്പ് you people enjoyed my this is not a class discussion, and you can contact me anytime. There are many points, many topics, many ideas, but it's very difficult to bring all these things together in 1 hour. Or those who are interested to know more about nature, more about activities we are doing, or more about any points I discuss here, can contact me. Dalashmi madam inde kayil ende number undu, WhatsApp message cheyam, Facebook undu, adole ellavida medias undu. Anyone can connect with me. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ
കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കോ ചലഞ്ച് എന്നുള്ള ഒരു പ്രോഗ്രാം മേയറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. സിനിമ ഇന്ദ്രജിത്തും അതുപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്തും അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. ദോസ് ഹു ആർ ഇൻ ദി കൊച്ചി കോർപ്പറേഷൻ ഏരിയ ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ്. കോളേജസും അതുപോലെ സ്കൂളുകളൊക്കെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മളുടേതായിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇക്കോ ചലഞ്ച് കൺസെപ്റ്റിൽ പങ്കെടുക്കാം. സെപ്റ്റംബർ വരെ തോന്നുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാമ്പസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഇപ്പോഴത്തെ ഓപ്ഷൻ വെച്ചിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൺസെപ്റ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ മോർ ദാൻ ആസ് എ ഇക്കോളജിസ്റ്റ് ഓർ എൻവയോൺമെന്റലിസ്റ്റ്, എവരിബഡി ഈസ് എൻവയോൺമെന്റലിസ്റ്റ്, എവരിബഡി ഈസ് എൻ ഇക്കോളജിസ്റ്റ്. കാരണം നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് പറഞ്ഞു തരാനായിട്ട് വേറെ ആൾക്കാരൊന്നുമില്ല. നമ്മൾ തന്നെ സ്വയം ബാരിയേഴ്സ് ആണ്, നമ്മളാണ് സ്വയം ഇക്കോളജിസ്റ്റ് ആണ്, നമ്മളാണ് സ്വയം മുന്നിട്ടിറങ്ങേണ്ടത്, നമ്മൾ ഓരോരുത്തരാണ് സ്വയം ചെയ്യേണ്ടത്. അപ്പോൾ don't go behind my concept, develop your own concept, how you can make this world, this earth, a blue earth, a green earth. Thank you. Thank you, sir. Thank you, sir. Your speech was very informative for us. Felicitation is inspiration to others and motivation to whom we are felicitating. The happiness of our life depends upon the quality of our thoughts. So, my dear fellows, it's the time to call upon Mr. Anil Kumar, sir, General Superintendent of Mother College of Technology, for felicitation address. Sir, please. ബഹുമാന്യായ യോഗാധ്യക്ഷ, കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ധനലക്ഷ്മി മാം, ഡീൻ ദിവാകർ സാർ, നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനായ രമേശ് സാർ, വിവിധ വിഭാഗം മേധാവികളെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ഈ പരിപാടി സംഘടിപ്പിച്ച സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫിനും അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും ഒരു മഹാമാരിക്കിടയിലും ഈ ദിവസം ഓർത്ത് അതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചതിന് അവരെന്നും നമ്മൾ സ്മരിക്കേണ്ടതാണ്. കാരണം രമേശ് സാറ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഒരു ആശംസയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഈ 2020 കോവിഡ് ആരംഭിക്കുമ്പോഴും അതുപോലെ 2021 നമ്മുടെ ഈ പരിസ്ഥിതി എത്രമാത്രം പുഷ്ടിപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്കൊരു സംശയമുള്ളൂ. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരു ഭാഗമാണ്. അത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു ഇതുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ കുറെ പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, നമുക്കറിയാം. അവർ മാത്രം വിചാരിച്ചാൽ നമ്മുടെ സമൂഹം നന്നാവാൻ പോകുന്നില്ല. അതോടൊപ്പം നമ്മളും ഒരു ഭാഗവാക്കായി പ്രവർത്തിച്ച് അത് മുന്നേറിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ സന്ദർഭം അതിനുവേണ്ടി എല്ലാവരും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കോളേജിൽ നിന്നും നമുക്ക് ഇതിനൊരു ആരംഭം കുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിസ്ഥിതി ആചരിച്ചു വരുന്ന ഈ ജൂൺ 5-ന് എൻ്റെയും കോളേജ് മാനേജ്മെന്റിന്റെയും പേരുള്ള എല്ലാവിധ ആശംസയും ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your inspiring words. As we express our gratitude, we must never forget that the highest appreciation is not to utter words, but to live by them. So it's the time to invite Mrs. Usha Jayadip, Lecturer of Humanities and Science Department, for the word of thanks. Ma'am, please. Okay, thank you, Jennifer. Okay, as a part of vote of thanks, respected Principal Dr. T. Dhanalakshmi Miss, our guest of honor today is Technical Advisor Dr. Ramesh P.K. Nair, sir, Dean of Diploma Course Mr. Divagaran sir, Superintendent General Superintendent Anil Kumar sir, all the HUS, the students, all the teaching staff of our college, that is Mother College of Technology. A warm good morning to all of you. It's an honor and privilege for me to be called upon for the purpose of vote of thanks on the occasion of the World Environment Day
which is being celebrated, we can tell celebrated on every year on June 5th. Okay, it gives me immense pleasure to deliver the vote of thanks for this event to all the dignitaries assembled here. First of all, I place on record our gratitude to our principal, Dr. T. Dhanalakshmi Miss, who honored this function with an inspirational thought, and for all her support to conduct this program, that too on the online program. It's a wonderful thing, madam. On behalf of MCP, I would like to thank our guest, the most influential speaker for today's topic, and what he suggested all about the ecosystem restoration, which is the theme for this year. That is Dr. Ramesh P. K. Nair, who is also the technical advisor for GIS. Thank you, sir, for this breaking session, and thank you for introducing us to all the idea about ecosystem, how to start the ecosystem, how to do what to have for the ecosystem, do's and don'ts for the ecosystem. My heartfelt thanks to all the HOS, to the General Superintendent, sir, to the Dean of Diploma course, all the students, all the staff who have attended this program and had made this function a grand success. Once again, I give my thanks to all those who are present here. Thank you, all of you. Thank you, ma'am. Now I call upon Gracious Arun, sir, HOD of Mechanical Engineering Department, for the felicitation. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് രമേശ് സാർ, പ്രിൻസിപ്പൽ ധനലക്ഷ്മി മിസ്, ഡീൻ ദിവാരൻ സാർ, ജനറൽ സൂപ്രണ്ട്, മറ്റ് സഹപ്രവർത്തകരെ, അധ്യാപകരെ, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ എല്ലാ ജനങ്ങളും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടായി ഇതിൽ നിന്നൊരു രക്ഷ നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ മരമൊരു വരം എന്ന മുദ്രാവാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പരിസ്ഥിതി ദിനം നാം ഏറ്റെടുത്തുകൊണ്ട് മരങ്ങൾ നശിപ്പിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃകയാകാം എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you, sir. Now I call upon Mr. Anthony Joseph, Assistant Professor of Automobile Engineering Department, for the environmental day message. So please. All respected dignitaries, my dear faculty members, and my dear students. So we are here for the environmental day. നമുക്കറിയാം, ഒരു ദിവസം ഒരു എൻവയോൺമെന്റലിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക എന്നതുകൊണ്ട് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലങ്ങളാണ് നമ്മളിപ്പോൾ. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തെ നമ്മുടെ ഒരു ചിന്താഗതി, പ്രത്യേകിച്ച് ആസ് ആൻ എഞ്ചിനീയേഴ്സ്, കാരണം നമുക്കൊന്ന് ടു ബി ഫ്രാങ്ക്, നമ്മളൊന്ന് നോക്കിയാൽ, നമ്മുടെ സ്വന്തം കണ്ണൊന്ന് തുറന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വി എഞ്ചിനീയേഴ്സ് ആർ really the cause of a lot of environmental issues. നമ്മുടെ ഇൻഡസ്ട്രീസ് ആയാലും നമ്മുടെ ഓട്ടോമൊബൈൽസ് ആയാലും എന്തായാലും തീർച്ചയായിട്ടും we have a lot to be the cause of the environmental issues. So in such a way, engineers need to be informed more about these environmental problems and all, because today we don't need more selfish engineers. What we need are those who have ethics and those who have strong moral values, those engineers. Such kind of engineers can make a lot of difference in this world. അപ്പൊ അതാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭൂമി നോക്കുകയാണെങ്കിൽ അവിടെ our environment is like a miracle, because even the small things, what we call the unintelligible things, they do their part. So for example, ഏറ്റവും ചെറിയൊരു ഇൻസെക്ട്സ് നോക്കുകയാണെങ്കിൽ ആ ഇൻസെക്ട്സ് തന്നെ എന്താ, അവരുടെ കർത്തവ്യം ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് ചെറിയ ചെറിയ ഭൂമിയുടെ മേലുള്ള സർപ്പത്തിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നു പോകുന്നുണ്ട്. ആസ് എ ഹോൾ, ആസ് എ ഫൈനൽ എൻഡ്,
എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, if there were no insects at all, then our earth could have been captured, consumed by thick layers of slurry. നമ്മൾ ഫുൾ അതിലായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക. Because they are all doing their part. The earth is doing everything they can for us. But നമ്മൾ നമ്മുടെ with our selfish desires and all, we are just consuming, and we forget that there will be consequences for our actions. That's a very bad thing to have, because we felt it. We personally felt it, especially in that devastating flood in 2018 and a part in 2019, and also after the Niti Aayog put its report regarding the the drinking water issue, which is to come around 2030, I think, if I remember correctly. And when that report came, we were all like, oh my God, environment is needed. But we need to act. And for that, sometimes an environmental day like this and a small seminar like this can have a good impact on all of us. So, and for that, especially for that, I like to congratulate those who were in the front to conduct this day, this environmental day celebration. And I just want to end in a hopeful note, because as Sir said, the environmental restoration is not a myth. It is possible. It is highly possible. We can do it, because what happened when the political will met the innovations of engineers. ഇത്രയും നാൾ നമ്മൾ കുറെ നാൾക്ക് മുമ്പ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് റെഫ്രിജറേഷൻ പ്രോഡക്ട്സ് ഒരിക്കലും പറ്റത്തില്ല വിത്തൗട്ട് ഫ്ലോറോ കാർബൺസ് അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ ഒന്നും നമുക്ക് റെഫ്രിജറേഷൻ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻ? We had the political will, and then we had got the engineers who we could innovate in such a way that we could stop using this chlorofluorocarbons. And look what happened. The ozone layer holes are closing. We are doing a good job. We are moving forward very well. The ozone layer holes are closing. So yes, we can do it. Just we need to have the political will and innovative ideas. That's why engineers are so important. We should be ready when they steer up their political will up to the level. We should be ready with our plans to give them what we can do to protect our environment. So I wish every student here got the concept and the importance of preserving the environment. And I like to congratulate especially the civil department and also our college authorities to conducting this program. And I just wish everyone consider this by heart. Okay, thank you. Thank you, sir. Next, I would like to call upon Yamini Balakrishnan ma'am, HOD of Computer Science Engineering Department, for the Environmental Day message. Ma'am, please. Thank you, Jennifer. Very good, respected principal and dignitaries and my dear colleagues and my dear students. Very good morning to all. നമ്മൾ ഇന്ന് ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത്. പക്ഷേ എന്റെ തോന്നൽ ഇത് ഒരു ദിവസത്തേക്ക് നമ്മൾ ചുരുങ്ങി പോകുന്നു തോന്നുന്നു. 2004 സുനാമിക്ക് ശേഷം നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളം ഓരോ ദിവസവും നമ്മളെ ടെൻഷൻ അടിച്ചാണ് ജീവിക്കുന്നത്. മുല്ലപ്പെരിയാർ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടോ, ഓരോ ദിവസം നമുക്ക് ടെൻഷൻ അടിക്കാനേ നേരമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് നമ്മളെ പ്രകൃതിയിലെ ഒരു ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ഭൂമിയിൽ നമ്മൾ മനുഷ്യർ അടക്കി വാണതിന്റെ ഫലമായിട്ടാണ് ഈ ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ആണ്. അപ്പൊ ആവാസ വ്യവസ്ഥ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും? നമ്മൾ ചുമ്മാ വിചാരിച്ചുള്ള എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ആന്റണി സാറ് പറഞ്ഞു, റെഫ്രിജറേഷന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഓസോൺ പാളി റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി എങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാർൾ മാർക്സ് പറയണ പോലെ
നമുക്ക് എങ്ങനെ പ്രകൃതിയെ കിട്ടിയോ അതുപോലെ വരും തലമുറക്കും നമ്മൾക്ക് അതേപോലെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കണം. ഒരു ദിവസം മാത്രം ആഘോഷങ്ങൾ മാത്രം പോരാ, ഒരു 365 ദിവസവും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇന്നലത്തെ ഒരു മാതൃപത്രത്തിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് രാജപ്പൻ ചേട്ടന്റെ ഒരു കാര്യം. നിങ്ങൾ വായിച്ചിരിക്കും തോന്നുന്നു. അരക്ക് കീഴ്പോട്ട് തളർന്നു പോയിട്ട് വള്ളത്തിൽ പോയി നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ പുഴയിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഉപജീവന മാർഗമാക്കി തീർത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് രാജപ്പൻ ചേട്ടൻ. പക്ഷെ അത് പ്രധാനമന്ത്രി അത് മൻ കി ബാത്തിൽ മെൻഷൻ ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മുടെ തായ്വാൻ അത് അംഗീകാരം കൊടുത്തു. ഇന്നലെ പ്രശസ്തി പത്രവും അതേപോലെ 7 ലക്ഷം രൂപയും കൊടുത്ത് ആദരിച്ചു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അരക്ക് ഇവിടെ തളർന്നു പോയിട്ടും പ്രകൃതി സ്നേഹിയായിട്ടുള്ള രാജപ്പൻ ചേട്ടൻ അത് അത്രയും കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം പേര് ആ പുഴയിലോട്ട് ആ കുപ്പികൾ മലിനമാക്കപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1-2 വ്യക്തികൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റില്ല. എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിസർവേഷൻ എന്തായാലും എക്കോസിസ്റ്റം റിസർവേഷൻ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കുക, അതേപോലെ ഉപദ്രവിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിക്കാണ്ട് നോക്കുക. പല പഞ്ചായത്തുകളും പല ഗവൺമെന്റും ഇതേപോലെ തന്നെ അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോഴും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സുന്ദർലാൽ ബഹുൻ അല്ലെ, നമ്മുടെ പ്രകൃതി സ്നേഹിയായിട്ടുള്ള ചിക്കോന്റെ സ്ഥാപകനാണ്. അദ്ദേഹം കൊറോണ ബാധിച്ചു കഴിഞ്ഞ മാസം മരിച്ചു. അതിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ്. എസ്പെഷ്യലി സിവിൽ ഡിപ്പാർട്ട്മെന്റും മാനേജ്മെന്റും കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am, for your valuable words. Now I call upon our beloved HOD Krishna Tirtha ma'am, HOD of Civil Engineering Department, for the Environmental Day message. Ma'am, please. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ എൻവയോൺമെൻറ്റൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻവയോൺമെൻറ്റൽ ഡേ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അനുദിനം നമ്മുടെ പ്രകൃതി പല കാരണങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മലിനമാക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പം ആദ്യമായിട്ട് 1973 ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ മുദ്രാവാക്യം എന്നത് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ, അതായത് ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം. ഈ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പോൾ രമേശ് സാറ് പറഞ്ഞു, നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരു നല്ല എൻവയോൺമെന്റൽ ഡേ ആശംസകൾ. Thank you, ma'am. Thank you, ma'am, for your inspiring words. Now, next I call upon Ma'am Jizzy Verghese, HOD of Electrical Engineering Department, for the Environmental Day message. Ma'am, please. Thank you, Jisha Miss. Our principal, Dr. Dhanalakshmi ma'am, our chief guest, Dr. Ramesh Nair, and HOS, MEC HOS, Gracious sir, and Civil Department HOS, Krishna Tirtha miss, and Computer Science HOS, Yamini miss, Subrand sir, Anil Kumar sir, and Automobile Department HOS is Sachin sir, and other colleagues, and my dear friends. First, I wish you very good morning to all. I am here to give a few words about Environmental Day, and I am thankful to you for giving me this opportunity. Dear all, World Environmental Day is observed on 5th June to raise awareness about the environment.
and damages it due to human activities. In simple words, it is there to make people more accountable for environmental damages they do. On this day, addresses the issues we faced by some factors like water, ocean, rivers, animals, plants, and global warming and climate changes, glacier melts, and coral reefs. I end up my speech, always make an effort, all of you, and bring about a change, follow few rules, and make the world a safer and greener and a brighter place to live in. Thank you once again, and thank you all of you. Thank you very much. Okay, thank you, ma'am. So it's a time to wind up our program as it was very informative and authoritative to everyone. Hope you all enjoyed this, and especially we send our sincere gratitude to our beloved chief guest, Dr. Ramesh P.K. Nair, sir. So we are very lucky to have you here, and you have spent your valuable time for us. And especially thanks to all our teachers who give this wonderful platform here. So this will be a very memorable event to us to remember you all. So once again, we wish you a prosperous Environmental Day. Cherish green to everywhere and restore our earth. Thank you for your good listeners. Hope you all enjoyed and cooperate with us. Thank you. Have a nice day. Stay home and stay safe. Now we can wind up our program with the national anthem. Now I call upon my friend Swapna for the national anthem. Swapna, please. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तब शुभ नामे जागे तब शुभ आशीष मागे चाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you, Miss. Thank you, Miss. Thank you all. Thank you all. Thank you, Miss.